بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, മൂന്നാമത്തെ ആയത്താണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പാരഗ്രാഫ് നമ്മൾ ഇന്നലെ വായിച്ചു കഴിഞ്ഞു. അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ് ഹാദാ തഖ്രീറുൻ ലിൽ അംരി ബിൽ ഇഖ്ലാസ് വബയാനു അന്നഹു തആല കമാ അന്ന ലഹുൽ കമാലു കുല്ലുഹു വലഹു التفضل على عباده من جميع الوجوه فكذلك له الدين الخالص الصافي من جميع الشبائب، فهو الدين الذي ارتضاه لنفسه وارتضاه لصفوة خلقه وأمرهم به، لأنه متضمن للتأله لله في حبه وخوفه ورجائه، وللإنابة إليه في عبوديته والإنابة إليه في تحصيل مطالب عباده. ഈ പാരഗ്രാഫാണ് നമ്മൾ വായിച്ചത്. അപ്പൊ അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്, ദീനുൽ ഖാലിസ്, അദ്ദീനുൽ ഖാലിസ്, അത് അള്ളാഹുവിന് മാത്രമായിരിക്കണം എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നാണല്ലോ ആയത്തിന്റെ അർത്ഥം. അത് തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുള്ള ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ എന്ന ഇഖ്ലാസ് കൈക്കൊള്ളാനുള്ള കൽപ്പനയുടെ തഖ്രീറാണ്. അതൊന്നുകൂടി അഫേം ചെയ്തിട്ട് പറയാണ്. പിന്നെ ഇതിലുള്ളത് ഒരു ബയാനാണ്. അള്ളാഹുവിനാണ് മുഴുവൻ കമാലും പൂർണ്ണതയുമുള്ളത്. അടിയാറുകൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും ദാനമായി നൽകിയത് അവൻ മാത്രമാണ് എന്നതിനാൽ فكذلك له الدين الخالص الصافي من جميع الشبائب, അതിനഭിമുഖമായിട്ട് അടിയാറുകൾ, സൃഷ്ടികൾ അവനോട് കാണിക്കേണ്ടത് എന്താണ്? അദ്ദീൻ, അവന് കീഴ്പ്പെടണം എന്നുള്ളതാണ്. അത് ഖാലിസായിരിക്കണം.
അവന് മാത്രമായിരിക്കണം എന്നല്ല, അതിൽ വേറെ ഒരു കളങ്കവും ചേരാനും പാടില്ല. ഖാലിസ് എന്ന് പറഞ്ഞാൽ അതൊന്നുകൂടെ വിശദീകരിച്ചു. അസ്വാഫി മിൻ ജമീഇ ശവാഇബ്, എല്ലാ തരത്തിലുള്ള കലർപ്പുകളിൽ നിന്നും പരിശുദ്ധമായ ഖാലിസായ ദീൻ അവന് മാത്രമായിരിക്കണം. അത് സൃഷ്ടികൾ അവന് അങ്ങോട്ട് നൽകാനുള്ളതാണ്. അത് സൃഷ്ടികൾക്ക് അവനോടുള്ള കടമയാണ്. കാരണം അവരാണ് കമാലുള്ളത്. എല്ലാ കമാലും പൂർണ്ണതയും അവനാണ്. അടിയാറുകൾക്ക് എല്ലാ തരത്തിലും എല്ലാ മുഖങ്ങളിലൂടെയും അവർക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും ദാനമായി ഔദാര്യമായി വെറുതെ നൽകിയിട്ടുള്ളത് അവൻ മാത്രമാണ് എന്ന നിലക്ക് അവനോട് അങ്ങോട്ട് അടിയാറുകൾ കാണിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ദീൻ അൽ ഖാലിസ് അസ്വാഫി മിൻ ജമീഇ ശവാഇബ്, അങ്ങനെയുള്ള ദീൻ, അതാണ് അള്ളാഹു അവന് തൃപ്തിപ്പെട്ടിരിക്കുന്നത്. അതാണ് അള്ളാഹു അവൻ തെരഞ്ഞെടുത്തിട്ടുള്ള അവന്റെ അടിയാറുകൾക്ക് തൃപ്തിപ്പെട്ടിട്ടുള്ളത്. അവരോട് അള്ളാഹു പിന്തുടരണമെന്ന് ആജ്ഞാപിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള മതമാണ്, അല്ലാതെ കലർപ്പുള്ള മതമല്ല. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് കേട്ടോ. ചെറിയൊരു കാര്യമൊന്നുമല്ല ഈ പറയുന്നത്. ഇന്ന് ഇസ്ലാം ദീൻ പിന്തുടരുന്ന ആളുകൾ തന്നെ ഈ പോയിന്റിൽ ഇല്ല. അദ്ദീനുൽ ഖാലിസ് അസ്വാഫി മിൻ ജമീഇ ശവാഇബ്. ദീന് വേണം, നമുക്ക് ദീനുണ്ടല്ലോ, അതിൽ എന്തെല്ലാം തരം കലർപ്പുകളുണ്ട്, അതൊരു പ്രശ്നമല്ല. അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ദീനാണ്, അതിനാളുകൾ ഒരുക്കാണ്. എന്നാൽ അത് അതിന്റെ ആദി പരിശുദ്ധിയോടുകൂടി ഒരു കലർപ്പുമില്ലാതെ തനതു രൂപത്തിൽ ദീൻ ഉൾക്കൊള്ളാൻ, സ്വീകരിക്കാൻ, അനുവർത്തിക്കാൻ, പിന്തുടരാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ്. ഒരു നാട്ടിൽ ഒരാളെ പോലും തെരഞ്ഞാൽ കാണൂല. ബാക്കിയുള്ളവരൊക്കെ മുസ്ലിങ്ങളാണ്, പക്ഷെ അവരുടെ ദീൻ ഖാലിസ് അല്ല, സ്വാഫി മിൻ ജമീഇ ശവാഇബ് അല്ല. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിക്കലർന്ന ദീനാണ്. എന്നാൽ ഈ കൂടിക്കലർന്ന ദീനല്ല അള്ളാഹു അവൻ സ്വയം ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അവൻ തെരഞ്ഞെടുത്തിട്ടുള്ള അവന്റെ ഇബാദുകൾക്ക് അവൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, അവരോട് ആജ്ഞാപിച്ചിട്ടുള്ള ദീൻ അതല്ല. അള്ളാഹു സ്വയം ഇഷ്ടപ്പെടുകയും അവൻ തെരഞ്ഞെടുത്തിട്ടുള്ള അടിയാറുകൾക്ക് അവൻ പൊരുത്തപ്പെടുകയും ചെയ്തിട്ടുള്ള ദീൻ അദ്ദീനുൽ ഖാലിസ് അസ്വാഫി മിൻ ജമീഇ ശവാഇബ്. അങ്ങനെയുള്ള ദീൻ പിന്തുടരണമെന്ന് പറയാൻ കാരണം ആ ദീനിന്റെ ബേസിക് ഫാബ്രിക് എന്താണ്, അതിന്റെ ഏറ്റവും സാലിയന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്താണ്? അത്തഅല്ലുഹു ലില്ലാഹ് ഫി ഹുബ്ബിഹി വഖൗഫിഹി വറജാഇഹി, അതാണ് അതിലുള്ളത്. ആ ദീൻ, അങ്ങനെ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു സൃഷ്ടി, അവന് തഅല്ലുഹുണ്ടായിരിക്കും അള്ളാഹുവിനോട്. അള്ളാഹുവിനോട് തഅല്ലുഹുണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ അൽ ഖസ്ദ് ഫി ജമീഇൽ ഹവായിജ്, അവന്റെ മുഴുവൻ ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കും അള്ളാഹുവിലേക്കാണ് അവൻ തിരിയുക. മനസ്സുകൊണ്ട് തിരിയുന്നു, അവന്റെ നാവ് കൊണ്ട് തിരിയുന്നു, അവന്റെ കണ്ണുകൊണ്ട് തിരിയുന്നു, അവന്റെ കൈ കൊണ്ട് തിരിയുന്നു, അവന്റെ സ്വത്വം മുഴുവനായിട്ട് തിരിയുന്നു. അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അവന്റെ നഫ്സിനെ, അവന്റെ സ്വത്വത്തെ പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിക്കുന്നു. അള്ളാഹുവിലേക്ക് മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്, അള്ളാഹുവിലേക്ക് തിരിച്ചു നിർത്തുന്നു. അത് സദാ എല്ലാ കാര്യങ്ങളിലും, ചിലപ്പോൾ മാത്രമല്ല, സദാസമയം അങ്ങനെയാണ്. അതേതെങ്കിലും പാരത്രിക വിഷയത്തിൽ മാത്രമല്ല, അവന്റെ ലൗകിക കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മുഴുവൻ പ്രശ്നങ്ങളിലും സദാസമയവും അവൻ അള്ളാഹുവിലേക്ക് തിരിഞ്ഞാ നിൽക്കുന്നത്. അവന്റെ മനസ്സ് അള്ളാഹുവിലേക്കാണ് തിരിയുന്നത്, അവന്റെ കണ്ണ് അള്ളാഹുവിലേക്കാണ് ഉയരുന്നത്, അവന്റെ കൈ ഉയർത്തുന്നത് അള്ളാഹുവിന് നേരെയാണ്,
അവൻ അള്ളാഹുവിലേക്കാണ് അവന്റെ മനസ്സും കണ്ണും അവന്റെ സ്വത്വവും മുഴുവനായിട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത്. അത് അള്ളാഹുവിലേക്കുള്ള അവന്റെ ആ തഅല്ലുഹ് ഹുബ്ബോട് കൂടിയാണ്. അള്ളാഹിനോടുള്ള ഹുബ്ബ് കാരണത്താലാണ്. അള്ളാഹിനോടുള്ള ഖൗഫോട് കൂടിയാണ്. അള്ളാഹുവിനുള്ള പ്രതീക്ഷയോട് കൂടിയാണ്. അതുപോലെ തന്നെ ആ ദീൻ ഉൾക്കൊള്ളുന്നത് അൽ ഇനാബത്തു ഇലൈഹി ഫി ഉബൂദിയ്യതിഹി മുതളമ്മിനുൻ ലിത്തഅല്ലുഹി വമുതളമ്മിനുൻ ലിൽ ഇനാബത്തി. അങ്ങനെയാണ് അത്ഫ കൊടുക്കാൻ മടങ്ങുക. ഞാൻ എന്റെ ഗ്രാമർ വല്ലാതെ പറയാനില്ല, നിങ്ങൾക്ക് ബോറാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഗ്രാമർ മനസ്സിലാക്കിയെങ്കിലേ കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അദ്ദീനുൽ ഖാലിസ് അസ്വാഫി മിൻ ജമീഇ ശവാഇബായിട്ടുള്ള ദീൻ അള്ളാഹു അവനിഷ്ടപ്പെട്ടിട്ട് അവൻ തെരഞ്ഞെടുത്ത അവന്റെ സൃഷ്ടികൾക്കും അവൻ ഇഷ്ടപ്പെട്ടു, അവരോട് അത് അനുവർത്തിക്കാൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഖാലിസായ ദീൻ അള്ളാഹ് തെരഞ്ഞെടുത്തത്? ആ ദീനിന്റെ ഉള്ളടക്കം അത്തഅല്ലുഹുലില്ല, ഒന്ന് അള്ളാഹുവിലേക്കുള്ള ആ തിരിയലാണ്. എന്താവശ്യവും ആവശ്യങ്ങൾക്ക് മുഴുവനും ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹുവിലേക്കാണ് അവൻ തിരിഞ്ഞു നിൽക്കുന്നത്. പിന്നെ ഇനാബത്താണ്, അവനിലേക്കാണ് മടങ്ങുന്നത്. ആ ദീനിൽ ഖാലിസായ ദീനിന്റെ ഉള്ളടക്കം ഒന്ന് തഅല്ലുഹാണെങ്കിൽ രണ്ടാമത്തേത് ഇനാബത്താണ്, മടക്കമാണ്. അള്ളാഹുവിലേക്കാണ് നമ്മൾ മടങ്ങുന്നത്. ഏതെങ്കിലും കുറച്ച് കാര്യത്തിലല്ല, മുഴുകാര്യങ്ങളിൽ. ഏതെങ്കിലും കുറഞ്ഞ സമയങ്ങളിലല്ല, സദാസമയങ്ങളിലും. അള്ളാഹുവിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഫി ഉബൂദിയ്യതിഹി, അവനോട് കാണിക്കുന്ന വണക്കത്തിലും താഴ്മയിലും അടിമത്വത്തിലും പൂർണമായ വണക്കത്തോടെ താഴ്മയോടെ അടിമ മനോഭാവത്തോടെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നു എന്ന ഇനാബത്ത് അതിലുണ്ട്. പിന്നെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നത് ഫി തഹ്സീലി മത്താലിബി ഇബാദിഹി, അടിയാറുകളുടെ മത്താലിബുകൾ, അവരുടെ ഡിമാൻഡുകൾ, അവരുടെ ആവശ്യങ്ങൾ അത് സഫലമായി കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി അതിന്റെ ബാക്കി നോക്കൂ. വദാലിക്കല്ലദീ യുസ്ലിഹുൽ ഖുലൂബ, വദാലിക് അത് എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ഇശാറ ലിൽ ബഈദ്, മുശാറു ഇലൈഹി, അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതെന്താണ്? ദാലിക കൊണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ആ ഇശാറ എങ്ങോട്ടാണ് മടങ്ങുന്നത്? അദ്ദീനുൽ ഖാലിസിലേക്കാണ് മടങ്ങുന്നത്. ഇതിന്റെ തൊട്ട് മുമ്പത്തെ പാരഗ്രാഫിൽ പറഞ്ഞില്ലേ ലഹുദ്ദീനുൽ ഖാലിസ് എന്ന് പറഞ്ഞില്ലേ? അദ്ദീനുൽ ഖാലിസ് എന്ന് പറഞ്ഞ ആ ദീനിലേക്കാണ് മടങ്ങുന്നത്. ആ ദീന് ഖാലിസായ ദീന്, അസ്വാഫി മിൻ ജമീഇ ശവാഇബായിട്ടുള്ള ദീന്, ആ ദീനിന്റെ ഉള്ളടക്കം എന്താണ്? തഅല്ലുഹാണ്, ഇനാബത്താണ്. തഅല്ലുഹും ഇനാബത്തും ഉള്ളടക്കമായിട്ടുള്ള ഖാലിസായ ആ ദീനാണ് അല്ലദീ യുസ്ലിഹുൽ ഖുലൂബ്, മനുഷ്യ മനസ്സുകളെ നന്നാക്കി തീർക്കുള്ളൂ. കലർപ്പുള്ള ദീൻ മനസ്സിനെ സംസ്കരിക്കൂല. തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. അൽ ഫർഖ് ബൈന ദീനിൽ ഖാലിസ് വദ്ദീൻ ശവാഇബ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഷായിബത്തുകളുള്ള കലർപ്പുകളുള്ള ദീനും കലർപ്പില്ലാത്ത ഖാലിസായ ദീനും തമ്മിലുള്ള വ്യത്യാസം. ഖാലിസായ ദീൻ യുസ്ലിഹുൽ ഖുലൂബ വയുസക്കിഹ വയുതഹ്ഹിറുഹ, ഹൃദയങ്ങളെ അത് നന്നാക്കി തീർക്കും. അസ്ലഹ യുസ്ലിഹു എന്ന് പറഞ്ഞാൽ മെന്റ് ചെയ്യുക എന്നാണ് വാക്കിന്റെ അർത്ഥം. കേടുപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് അതിനെ നന്നാക്കി തീർക്കും, റിപ്പയർ ചെയ്ത് തരും. അള്ളാഹു സൃഷ്ടിച്ചപ്പോ അവന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ശുദ്ധമായിരുന്നു, ഒരു തകരാറും ആ ഹൃദയത്തിനുണ്ടായിരുന്നില്ല. പിന്നെ അവന്റെ ഈ ലൗകികമായ വ്യവഹാരങ്ങളിലൂടെ ആ മനസ്സിനെ അവൻ തന്നെയാണ് മലീമസമാക്കിയിട്ടുണ്ടെങ്കിൽ മലീമസമാക്കിയത്, കേടുവരുത്തിയത്. അവൻ കേടുവരുത്തിയിട്ടുള്ള ആ മനസ്സിന്റെ കേടുപാടുകൾ പരിഹരിക്കുകയും അതിനെ മെന്റ് ചെയ്യുകയും ചെയ്യുന്നു അദ്ദീനുൽ ഖാലിസ്, ഖാലിസായ ദീൻ നിങ്ങൾ സ്വീകരിക്കുന്നത് ഖാലിസായ നിലയിലാണെങ്കിൽ, സ്വാഫി മിൻ ജമീഇ ശവാഇബ് ആണെങ്കിൽ,
ആ ദീനിന്റെ ഉള്ളടക്കം അത്തഅല്ലുഹു ലില്ലാഹി ഫി ഖൗഫിഹി വമഹബ്ബതിഹി വറജാഇഹി. അതുപോലെ തന്നെ അത് മുതളമ്മിനത്തുൻ ലിൽ ഇനാബത്തി ഇലൈഹി ഫി ഉബൂദിയ്യതിഹി. അങ്ങനെയുള്ള ദീനാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ ആ ദീൻ യുസ്ലിഹുൽ ഖുലൂബ്, ഹൃദയങ്ങളെ അത് നന്നാക്കി തീർക്കും. വയുസക്കീഹ, അതിനെ സംസ്കരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യും. സക്കായുസക്കി എന്ന് പറഞ്ഞാൽ സംസ്കരിക്കണം. ഒന്ന്, അതിലേതെങ്കിലും തരത്തിലുള്ള കലർപ്പുകളോ അല്ലെങ്കിൽ വേണ്ടാത്തരങ്ങളോ ഉണ്ടെങ്കിൽ ആ കളകളൊക്കെ പറിച്ചിട്ട് അതിനെ ശുദ്ധീകരിക്കണം. രണ്ട്, അതിനെ വികസിപ്പിക്കണം. അത്വഹാറത്തു വന്നമ, അത് രണ്ടുമാണ് തസ്കിയത്ത്. ധനത്തിന് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നു, അത് ഈ വാക്കാണ്. കാരണം സക്കാത്ത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ സമ്പാദ്യം, അതിൽ നിന്ന് നമുക്ക് അവകാശപ്പെടാത്തതുണ്ടായിരുന്നു, അതിനെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി, അത് അതിന്റെ അവകാശികൾക്ക് എടുത്തു കൊടുത്തു. അപ്പോ അത് പിന്നെ അവകാശപ്പെടാത്ത അന്യായമായ ഒന്നും അതിലുള്ള ന്യായമായത് മാത്രമായി കിട്ടി നമുക്ക്. അത് അതിനെന്ത് ചെയ്യും? അതിനെ ശുദ്ധീകരിച്ചു എന്ന് മാത്രമല്ല, വയുനമ്മീഹ, അത് നമ്മുടെ ധനത്തെ വികസിപ്പിക്കും. അല്ലെങ്കിൽ എന്താന്ന് ചോദിച്ചാൽ, ധനത്തിൽ നിന്ന് സകാത്ത് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവന്റെ അവകാശം കൂടി നമ്മൾ പിടിച്ചു വെക്കുമ്പോ അതിന് ബർക്കത്തുണ്ടാവില്ല. മറ്റുള്ളവർക്കുള്ള അവകാശങ്ങൾ അതിൽ നിന്ന് സമയാസമയങ്ങളിൽ കൊടുത്തു തീർക്കുമ്പോ അത് ന്യായമായത് മാത്രം നമ്മുടെ കയ്യിലാവുകയും അള്ളാഹ് അതിന് നമുക്ക് ബർക്കത്ത് നൽകി അതിനെ വികസിപ്പിക്കുകയും ചെയ്യും. വയുത്വഹിറുഹ, അതുകൊണ്ട് ആ സകാത്ത് എന്നുള്ള വാക്ക് നോക്കേണ്ടത് നമ്മുടെ മനസ്സിനെ യുസക്കീഹ, ശരിക്ക് സംസ്കരിക്കുന്നു. വയുത്വഹിറുഹ, അതിനെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ 3 കാര്യം കിട്ടണമെങ്കിൽ വെറും ദീൻ പിന്തുടർന്നിട്ടൊരു കാര്യമല്ല. ഇവിടെ ഒരുപാട് ആൾക്കാർ ദീൻ പിന്തുടർന്നിട്ട് എന്താണ് അവർക്കൊന്നും ഒരു മാറ്റം ഉണ്ടാകാത്തത്? അത് ഖാലിസായ ദീനല്ലാഞ്ഞിട്ട്. പലരും പ്രസംഗത്തിലൊക്കെ പരിഭവപ്പെടാറുണ്ടല്ലോ. പത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ MDMA കേസ്, വയലൻസ് എന്ന് കാര്യമായിട്ട് നടക്കുന്നത്, ഒന്ന് വയലൻസ്, മറ്റൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രഗ്സ്. ഇത് മാത്രമാണ്, വേറൊന്നുമില്ല. അതിലാരാണ് അതിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് അധികവും മാപ്പിളാരെ പേരുള്ള ചെക്കന്മാരെയാണ്. എന്ത് മാപ്പിളാരത് ഇങ്ങനെയായിട്ട് ദീനായിട്ട്, അവരും ദീനൊക്കെ അല്ലേ, മുസ്ലിമൊക്കെ അല്ലേ, ബാങ്ക് വെക്കണില്ലേ, നിസ്കരിക്കണില്ലേ, പള്ളിയിൽ പോകണില്ലേ, എന്നിട്ടെന്താ? ഒന്നതൊന്നുമില്ല, ഉണ്ടെന്ന് വെറുതെ പറയാണ്. രണ്ടുള്ള ആളുകൾ തന്നെ അവരെ ദീന് അവരിൽ പ്രവർത്തിക്കുന്നില്ല. കാരണം ആ ദീന്, അതിന്റെ പ്രവർത്തനക്ഷമത അതിന് കൈമോശം വന്നിട്ടുണ്ട്. കാരണം ആ ദീൻ അത് ശുദ്ധമല്ല, അത് ഖാലിസല്ല, സ്വാഫി മിൻ ജമീഇ ശവാഇബ് എന്ന് പറഞ്ഞതല്ല. അപ്പൊ അതിന് പ്രവർത്തനശേഷിയില്ല. മറിച്ച് ഖാലിസായ ഒരു ദീനാണെങ്കിൽ അത് ഉൾക്കൊണ്ട മനുഷ്യന്റെ അകത്തളങ്ങളിൽ, അവന്റെ ജീവിതങ്ങളിൽ, ജീവിതത്തിന്റെ അന്തരംഗങ്ങളിൽ അത് പ്രവർത്തിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സംശയമുണ്ട്, ഞാൻ ഇങ്ങനെ ദീനൊക്കെ സ്വീകരിച്ചിട്ട് എനിക്കിത് നന്നാകാൻ പറ്റുന്നില്ലല്ലോ? ആസിബു അൻഫുസക്കും, സ്വന്തത്തെ നിങ്ങളൊരു വിചാരണ നടത്തി നോക്കി. അല്ലാണ്ട് ഒരു ഏതെങ്കിലും പാതിരിന്റെയും പുരോഹിതന്റെയും മൗലവിന്റെയും മുസ്ലിയാരി അടുക്കൽ പോയിട്ട് കുമ്പസരിക്കാനല്ല പറയണത്. ഹാസിബു അൻഫുസക്കും, സ്വയം ഒരു ആത്മവിചാരണ നടത്തി നോക്കി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാ ഞാൻ നന്നാകാത്തത്. ദീന് ഉണ്ടായിട്ടും ദീന് സ്വീകരിച്ചിട്ടും നന്നാകാത്തത് ആ ദീനിനെ കലർപ്പോടുകൂടിയല്ല നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളത്. ദീൻ നമുക്ക് പറഞ്ഞു തരുമ്പോഴും നമ്മൾ കേൾക്കുന്നതൊക്കെ കലർപ്പില്ലാത്ത ശുദ്ധമായ ദീനായിരിക്കും. പക്ഷെ നമ്മളത് ഉൾക്കൊള്ളുമ്പോ ഇഖ്ലാസിന് ഭംഗം വരുന്ന, ഞാനും ഈ ടീമിൽപ്പെട്ടവനാണ് എന്ന് വരണം, ടീം ചേരണം, ഞാനും അവരെ കൂടെ ഉണ്ട് എന്ന് വരണം. പുതിയാപ്പിളിന്റെ ഒപ്പം പോകാൻ വേണ്ടി ചേർന്ന ആൾക്കാർ, അല്ലാതെ സ്വയം നന്നാകാൻ വേണ്ടി ചേർന്ന ആൾക്കാരല്ല. അപ്പൊ അതെന്തായി എന്ന് പറഞ്ഞാൽ കാണിക്കലായി, റിയ ആയി. എന്നെ പറ്റി നല്ലത് പറയണം, ഓനോ ആ ടീമിൽ പെട്ടവനാണ്,
ഓല് കുഴപ്പമില്ലാത്ത ചെക്കന്മാരാണ്, കുട്ടികളാണ്. അങ്ങനെ കേൾവി വേണം, ഒരു ദിക്റ് വേണം. ഞാൻ കുറച്ചൊരു ദീനൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണം, മുഴുവനല്ല, പുറമെ. അതിന് അതെന്റെ ബിസിനസ്സിനൊരു പ്രൊമോഷനാണ്, എനിക്ക് സാമൂഹികമായ ഒരു അംഗീകാരമാണ്, എനിക്കൊരു ടീം ഉണ്ടാകുമല്ലോ, ആ രൂപത്തിലൊരു നെറ്റ്വർക്ക് സ്വഭാവത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉള്ള എന്തെങ്കിലും ദിയാഓ ദിക്റോ സുംഅത്തോ സൗകര്യങ്ങളോ ദുന്യാവിന്റെ കാര്യങ്ങളോ നിങ്ങളെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ദീന് ഖാലിസല്ല, സ്വാഫി മിൻ ജമീഇ ശവാഇബ് അല്ല. മറിച്ച് ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലർപ്പോട് കൂടിയിട്ടുള്ള ദീനാണ്, ഫീഹി ദഖൻ. അപ്പൊ ആ ദീനിന് പ്രവർത്തനശേഷി കുറവായിരിക്കും, അല്ലെങ്കിൽ പ്രവർത്തിക്കൂല, നമ്മുടെ അന്തരംഗങ്ങളിൽ അത് പ്രവർത്തിക്കൂല, അത് നമ്മുടെ ഹൃദയങ്ങളെ ഇസ്ലാഹ് വരുത്തില്ല, അത് തസ്കിയത്ത് വരുത്തില്ല, അത് തത്ഹീർ ചെയ്യില്ല. മറിച്ച് ദീൻ എടുക്കുമ്പോ ഇത് ഞാൻ എന്റെ റബ്ബുമായിട്ടുള്ള ഇടപാടാണ്, അതിലെനിക്ക് ഒരു കാര്യം മറച്ചു വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ സത്യസന്ധതയോട് കൂടിയല്ലാതെ ഇതിലൊരു സംഗതി മുന്നോട്ട് പോവില്ല. ആ ദീൻ അള്ളാഹുവിന് ഖാലിസായി തന്നെ സമർപ്പിക്കണം. ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? അപ്പൊ അത് പ്രവർത്തിക്കാൻ തുടങ്ങും. ദിയ ഒഴിവാക്കുമ്പോ, ദിക്ർ ഒഴിവാക്കുമ്പോ, സുന്നത്ത് ഒഴിവാക്കുമ്പോ, മത്താലിബു ദുനിയ ദുനിയാവിന്റെ നേട്ടങ്ങൾ ഒഴിവാക്കുമ്പോ, മുസാലഹകൾ ഒഴിവാക്കുമ്പോ, മറിച്ചിലില്ല വലി വജ്ഹിഹി അള്ളാഹ്ക്ക് വേണ്ടി അവന്റെ വജ്ഹ് കാണാൻ വേണ്ടി മാത്രമാകുമ്പോ ആ ദീൻ, ഖാലിസായ ദീൻ, അത് അന്തരംഗങ്ങളിൽ കടന്ന് പ്രവർത്തിക്കും. അത് യുസ്ലിഹുൽ ഖുലൂബ് വയുസക്കീഹ വയുത്വഹിറുഹ. അപ്പോ ആർക്കെങ്കിലും അങ്ങനെ ഞാൻ പോരല്ലോ, നന്നാണില്ലല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കേട് ഇന്നടത്താണ്. കണ്ടെത്തുക, പരിഹരിക്കുക. ഞാൻ ദീൻ സ്വീകരിക്കുന്നിടത്ത് ഇഖ്ലാസിന് ഭംഗം വരുന്ന എന്തൊക്കെയോ എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഒന്നുകിൽ റിയാ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ദിക്ർ, എനിക്ക് കീർത്തി പ്രശസ്തി അതിന്റെ ഭ്രാന്ത് കുടുങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ സുമഅത്ത്, എന്നെ സംബന്ധിച്ച് ആളുകൾ നല്ലത് പറയണം എന്നുള്ള പ്രശസ്തി എനിക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മസാലിഹു ദുനിയ ദുനിയാവിന്റെ നേട്ടങ്ങൾ അതിന്റെ മനസ്സിൽ വന്നു കയറിയിട്ടുണ്ട് ദീൻ വിഷയങ്ങളിൽ. ഇങ്ങനെയുള്ളതായ ശവായിബുകൾ, കലർപ്പുകൾ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അത് കണ്ടെത്തിയിട്ട് അത് തിരുത്തിയിട്ട് ദീന് ഖാലിസാക്കി തീർത്താൽ യുസ്ലിഹുൽ ഖുലൂബ് വയുസക്കീഹ വയുത്വഹിറുഹ. അവിടെ ഇസ്ലാഹുൽ ഖുലൂബ് നടക്കും, അവിടെ തസ്കിയത്തുൽ ഖുലൂബ് നടക്കും, അവിടെ തത്ഹീറുൽ ഖുലൂബ് നടക്കും. എന്നിട്ട് പറഞ്ഞു ദൂന ശിർക്ക് ബിഹി ഫി ശൈഇൻ മിനൽ ഇബാദ, ദൂന ശിർക്ക് ബിഹി ഫി ശൈഇൻ മിനൽ ഇബാദ. അല്ലാഹുവിൽ ഒരു ശിർക്കും വെക്കാതെ, ഫി ശൈഇൻ മിനൽ ഇബാദ, അവന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന ഇബാദത്തിലെ ഒന്നിലും അതിൽ ശിർക്ക്, ലാ ശിർക്കുൻ അക്ബർ വലാ ശിർക്കുൻ അസ്ഗർ. ശിർക്കുൻ അക്ബർ ഇബാദത്ത് ആർക്കെങ്കിലും നൽകുന്നതോ, അള്ളാഹ്ക്ക് പുറമെ ആർക്കെങ്കിലും നൽകുന്നതോ, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് നൽകുന്ന ഇബാദത്തിന്റെ ഒരു പങ്ക്, ഒരംശം മറ്റാർക്കെങ്കിലും പകുത്തു കൊടുക്കുന്നതോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശിർക്കുൻ അക്ബർ പോയി. എന്നാ ശിർക്കു സറായിർ, ഷിർക്കുൽ അസ്ഗർ, ലഫ്ളിയായ ഷിർക്ക്, സുവരിയായ ഷിർക്ക് എന്നൊക്കെ പറയുന്ന ഷിർക്കുകളിലെ ചെറിയ ഷിർക്കുകൾ, ആ ഷിർക്കുകൾ അത് ഇഖ്ലാസിനെ കവർന്നു തിന്നു, ഇഖ്ലാസിനെ അത് കവർന്നു പോയി. അപ്പൊ നമ്മുടെ ഇബാദത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഇബാദത്ത് അള്ളാഹ്ക്കും അള്ളാഹ് അല്ലാത്ത മറ്റേതെങ്കിലും തരത്തിലുള്ളവർക്കും നമ്മൾ നൽകുന്ന ആ ഷിർക്കുൻ അക്ബർ അതും പാകാൻ പാടില്ല. അള്ളാഹ്ക്ക് നൽകുന്ന ഇബാദത്ത് അതിലെ ഇഖ്ലാസിനെ ചോർത്തിക്കളയുന്ന ഷിർക്കുൻ അസ്ഗറും നമുക്ക് വരാൻ പാടില്ല. അങ്ങനെയുള്ള യാതൊരു ഷിർക്കും, ഇബാദത്തിൽ ഒരു ഷിർക്കും വരാതെ നിർവഹിക്കണം. ഫഇന്നല്ലാഹ ബരീഉം മിൻ, കാരണം അത്തരം ശിർക്കിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അള്ളാഹ് തീർത്തും ഒഴിവാണ്. അള്ളാഹ്ക്ക് അതിന്റെ കാര്യമില്ല. ഈ പറയുന്ന മുഴുവൻ മനുഷ്യരെയും അതുപോലെ തന്നെ ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചു. മുഴുവൻ സൃഷ്ടിജാലങ്ങളും ജിന്നും മനുഷ്യരും എല്ലാവരും ആദ്യത്തെ ആള് മുതൽ അവസാനത്തെ ആള് വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ റസൂലുള്ളാഹിന്റെ അതേ മനോനിലയിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തു. എന്നാൽ അള്ളാഹിന്റെ
അധികാരാവകാശങ്ങളിൽ എന്തെങ്കിലും വർധനവ് വരുത്തുമോ? അല്ല, ഒന്നും വരുത്താൻ പോകുന്നില്ല. ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ ആള് മുതൽ അവസാനത്തെ ആള് വരെ, മനുഷ്യരാകട്ടെ അല്ലെങ്കിൽ ജിന്നുകളാകട്ടെ, അവരെല്ലാവരും അല അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഒരു തെമ്മാടിയുടെ മനോനിലയിൽ ജീവിച്ചാൽ മാ നഖസ ദാലിക മിൻ മുൽക്കി ശൈഅ, അത് എന്റെ ആധിപത്യത്തിൽ നിന്ന് ഒരു തരിമ്പ് പോലും ചുരുക്കിക്കളയാനും പോകുന്നില്ല. അപ്പൊ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് അള്ളാഹ്ക്ക് എന്തെങ്കിലും അതുകൊണ്ട് ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഇബാദത്ത് ചെയ്യാതിരുന്നാൽ അള്ളാഹുവിന്റെ അധികാരാവകാശങ്ങളിൽ എന്തെങ്കിലും ഒരു കുറവ് വരുത്താനും പോകുന്നില്ല. മറിച്ച് അത് അള്ളാഹ് നമ്മളെ പരീക്ഷിക്കുകയാണ്. അള്ളാഹ്ക്ക് അറിയാഞ്ഞിട്ടുമല്ല പരീക്ഷണം. അറിയുന്ന ആ കാര്യം നമ്മളായിട്ട് നമ്മളുടെ ജീവിതത്തിലൂടെ വെളിവാക്കി, നമ്മളത് തെളിയിച്ച്, ജീവിതം കൊണ്ട് തെളിയിച്ച് വെളിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആ വെളിവാക്കിയതിനെ പിടിച്ചിട്ട് അള്ളാഹു നമുക്ക് വേണ്ട ശിക്ഷാരക്ഷകൾ നൽകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അള്ളാഹ്ക്ക് അറിയാത്ത കാര്യമല്ല. ഈ മനുഷ്യൻ എന്തൊക്കെ ചെയ്യും ചെയ്യൂല എന്നുള്ളത് ഈ മനുഷ്യൻ ഉണ്ടാണതിന്റെ മുമ്പ് അള്ളാഹ് എഴുതി വെച്ചിട്ടുള്ളതും അള്ളാഹിന്റെ എഴുതിന് മുൻകഴിഞ്ഞിട്ടുള്ളതുമാണ്. അതിനാൽ തന്നെ മനുഷ്യൻ ചെയ്യുന്ന ഇത്തരം ശിർക്കുകളിൽ നിന്ന് അള്ളാഹു ബരീആണ്. വലൈസ ലില്ലാഹി ഫീഹി ശൈ, അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ, ഇബാദത്തുകളിൽ ഏതെങ്കിലും തരത്തിൽ ശിർക്ക് വന്നു കഴിഞ്ഞാൽ, അത് വലുതാകട്ടെ ചെറുതാകട്ടെ, മേജറാകട്ടെ മൈനറാകട്ടെ, ആ ശിർക്ക് കലർന്നിട്ടുള്ള ഇബാദത്ത് അള്ളാഹുവിന് ഒരാവശ്യമല്ല. അതിൽ അള്ളാഹ്ക്ക് ഒന്നുമില്ല. അള്ളാഹ് അതൻ തിരിഞ്ഞു കളയും, വേണ്ടാന്ന് വെക്കും. അള്ളാഹ് സ്വീകരിക്കുന്നത് അത് മാ കാന ഖാലിസൻ ലില്ലാഹി വബ്തുഗിയ ബിഹി വജ്ഹുഹു, മാ കാന ഖാലിസൻ ലില്ലാഹ്, അള്ളാഹ്ക്ക് മാത്രമായി ചെയ്തിട്ടുള്ള അമലാണ്. ആ അമല് കൊണ്ട്, ആ ഇബാദത്ത് കൊണ്ട്, ആ കർമ്മം കൊണ്ട് ഉബ്തുഗിയ ബിഹി വജ്ഹുഹു, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാണ് തേടിയിട്ടുള്ളത്. മറ്റ് യാതൊരു ലക്ഷ്യവും ആ പ്രവൃത്തി ചെയ്യുന്നതിൽ, ആ കർമ്മം ചെയ്യുന്നതിൽ അവനില്ല താനും. അങ്ങനെയുള്ളത് മാത്രമേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. അതല്ല മറ്റെന്തെങ്കിലുമൊക്കെ ചേർന്നാൽ അള്ളാഹു പറയുന്നത് അന അഗ്ന ശുറകാഇ അനി ശിർക്ക്, പങ്കാളികളിൽ നിങ്ങൾ പലരെയും പങ്കാളികളാക്കി അതിലൊരു പങ്ക് എനിക്കും തന്നു, കുറച്ച് പങ്ക് വേറുള്ളവർക്കും കൊടുത്തു എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പങ്കാളികളുടെ കൂട്ടത്തിൽ ഇത് ആവശ്യമുള്ളവർ മറ്റോലൊക്കെ ആയിരിക്കും. അള്ളാഹ്ക്ക് ഈ പങ്കാളികളിൽ പങ്കുവച്ചതിൽ അള്ളാഹുവിന് ഒരു ആവശ്യമല്ല. അള്ളാഹ് അതിൽ നിന്ന് ധന്യനാണ്. അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യമേ ഇല്ലാത്തവനാണ്. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്നാൽ കൊണ്ടുപോയി കൊടുത്തോളൂ, എനിക്ക് ആവശ്യമല്ല. എനിക്ക് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ അതെനിക്ക് വേണ്ടി മാത്രമായി സമർപ്പിക്കണം. അതിൽ മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യം, വേണ്ടാത്തൊരു ലക്ഷ്യം കലരാൻ പാടില്ല. അതിൽ ഉണ്ടാകേണ്ട ലക്ഷ്യം അള്ളാഹിനെ തേടുക, അള്ളാഹിന്റെ വജ്ഹ് തേടുക മാത്രമായിരിക്കണം. അത് അള്ളാഹ്ക്ക് മാത്രമായി സമർപ്പിച്ചതായിരിക്കണം. അത് അള്ളാഹു സ്വീകരിക്കാൻ പോകുന്നുള്ളൂ. ഫഹുവ അഗ്ന ശുറകാഇ അനി ശിർക്ക്, അവൻ അഥവാ അള്ളാഹ് അഗ്ന ശുറക, പങ്കാളികളിൽ ഏറ്റവും ധന്യനായിട്ടുള്ളവനാണ്. അനി ശിർക്ക്, പങ്കുവെക്കുന്ന കർമ്മങ്ങളിൽ നിന്ന്. പങ്കുവെച്ച് കൊടുക്കുന്ന കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ, ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടതിന് പകരം പലർക്കുമായിട്ട് പങ്കുവെച്ചു കൊടുക്കുന്നുവെങ്കിൽ ആ വീതം വെച്ച പ്രവർത്തനമുണ്ടല്ലോ, ആ വീതം വെച്ചിട്ടുള്ള, ശിർക്ക് വെച്ചിട്ടുള്ള ആ പ്രവർത്തനം ഒട്ടും അള്ളാഹ്ക്ക് ആവശ്യമല്ല. അങ്ങനെയുള്ള ഒരു പങ്കാളിയല്ല അള്ളാഹ്. അള്ളാഹു അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ധന്യനാണ്. അത് വേറുള്ളവൻ ആർക്കാ നിങ്ങൾ കൊടുക്കണേ വെച്ചാൽ കൊടുത്തോളൂ, അതെനിക്ക് വേണ്ട. അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ അത് അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം, വേറെ ആർക്കും കൊടുത്തതാകരുത്. അത് അള്ളാഹുവിന്റെ വജ്ഹ് തേടിക്കൊണ്ട് ചെയ്തത് മാത്രമായിരിക്കണം, മറ്റൊരു ലക്ഷ്യത്തിനു വേണ്ടി ചെയ്തതായിരിക്കരുത്. ഇത് നിർബന്ധമാണ്. അങ്ങനെയുള്ള ശിർക്ക് പങ്കുവെച്ചുകൊണ്ട്, വീതം വെച്ചുകൊണ്ട് പലർക്കുമായി കൊടുക്കുന്ന കർമ്മങ്ങൾ, ഇബാദത്തുകൾ, അനുഷ്ഠാനങ്ങൾ, വഹുവ മുഫ്സിദുൽ ലിൽ ഖുലൂബ്, ആ ശിർക്ക് മുഫ്സിദുൽ ലിൽ ഖുലൂബ്, അത് നമ്മുടെ ഹൃദയത്തെ നന്നാക്കുകയല്ല ചെയ്യുക. അത് നമ്മുടെ ഹൃദയങ്ങളെ, മനുഷ്യ ഹൃദയങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്യുക, കറപ്റ്റഡ് ആക്കി തീർക്കുകയാണ് ചെയ്യുക. അത് മനസ്സിലാക്കുക. വഹുവ എന്ന് പറഞ്ഞ അശ്ശിർക്ക്.
തൊട്ടു മുമ്പ് കഴിഞ്ഞു പോയ ഷിർക്കിലേക്കാണ് അത് ലമീർ മടങ്ങുന്നത്. വഹുവ ഐ അശ്ശിർക്ക്, വീതം വെച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇബാദത്തുകൾ, അത് മുഫ്സിദുൻ ലിൽ ഖുലൂബ്, ഹൃദയങ്ങളെ നശിപ്പിക്കുന്നതാണ്, കറപ്റ്റാക്കി തീർക്കുന്നതാണ്. മുഫ്സിദ് എന്നുള്ളതിന്റെ കറക്റ്റ് വേർഡ് നമ്മൾ മലയാളത്തിൽ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ കറക്റ്റ് മീനിങ് നിങ്ങൾക്ക് ധ്വനിച്ചു കിട്ടൂല. ഇംഗ്ലീഷ് പറയാർക്ക് കുറച്ചുകൂടി എളുപ്പം. കറപ്ഷൻ ആണ് ഫസാദ് എന്ന് പറയാ. മുഫ്സിദ് എന്ന് പറഞ്ഞാൽ ഫസാദാക്കി തീർക്കുന്ന, കറപ്റ്റാക്കി തീർക്കുന്നതാണ്. ഹൃദയത്തെ അത് കറപ്റ്റഡ് ആക്കി തീർക്കും. അതൊരു വലിയ കാര്യമാണ് കേട്ടോ. ഒരു പകല് മുഴുവൻ നിങ്ങൾ ഇന്നൊരു പകല് മുഴുവനും നിങ്ങൾക്ക് ഒഴിവ് കിട്ടുമ്പോൾ നിങ്ങൾ ആലോചിച്ചാലും അതിന്റെ ആഴത്ത് കണ്ടെത്തൂല. അശ്ശിർക്ക് മുഫ്സിദുൻ ലിൽ ഖുലൂബ്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആരാധനകൾ അത് വീതം വെച്ചതാണെങ്കിൽ, അള്ളാഹ്ക്ക് പുറമെ മറ്റു ചിലർക്ക് കൂടി കൊടുക്കുന്നതാണെങ്കിൽ, അള്ളാഹുവിന്റെ വജഹിനല്ലാതെ മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കൂടി നിറവേറ്റിയതാണെങ്കിൽ, ആ കർമ്മം, ആ അനുഷ്ഠാനം, ആ ഇബാദത്ത് അത് ഹൃദയത്തെ നന്നാക്കല്ല, അത് ഹൃദയത്തെ ഫസാദാക്കുകയാണ് ചെയ്യുക. അത് ഹൃദയത്തെ കറപ്റ്റഡ് ആക്കി തീർക്കും. അങ്ങനെ ഹൃദയം കറപ്റ്റഡ് ആയി തീരുമ്പോ അതാ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സംഘർഷം എന്താണ്, അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന സംഘർഷം എന്താണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര ഭയാനകമായിരിക്കും. അത് ഭയാനകമായിരിക്കും. ചെറിയൊരു വാക്കല്ല അത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ആലോചിച്ചാലും അതിന്റെ ആഴത്തിലേക്ക് എത്താൻ കഴിയൂല. വഹുവ അശ്ശിർക്ക്, ഷിർക്ക് എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്കും അള്ളാഹ് അല്ലാത്തവർക്കും വേണ്ടി വീതം വെച്ചു കൊടുത്തതാകാം, അല്ലെങ്കിൽ അള്ളാഹുവിന് സമർപ്പിച്ച ആ ഇബാദത്തിൽ മറ്റുള്ള ലക്ഷ്യങ്ങൾ കലർന്നതാകാം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് നമ്മളെ നന്നാക്കല്ല ചെയ്യുക, നമ്മുടെ മനസ്സിനെ കേടുവരുത്തുകയാണ് ചെയ്യുക. മുഫ്സിദുൽ ലിൽ ഖുലൂബ് വൽ അർവാഹ്, നമ്മുടെ ആത്മാക്കളെയും അത് ദുഷിപ്പിക്കുന്നു. വദ്ദുനിയ വൽ ആഖിറ, അത് നമ്മുടെ ദുനിയാവിനെ തകർക്കുന്നു, അത് നമ്മുടെ ആഖിറത്തിനെ നശിപ്പിക്കുന്നു. വെറും പരലോകത്ത് മാത്രമേ അതിന്റെ പ്രതിഫലനം ഉണ്ടാകുള്ളൂ എന്ന് കരുതണ്ട. അത് റിഫ്ലക്ട് ചെയ്യും. അതിന്റെ പ്രതിഫലനം എവിടൊക്കെ വരും? ദുനിയാവിലുണ്ടാകും, ആഖിറത്തിലുണ്ടാകും. മുഷ്ക് നഫൂസി ഗായത ശഖാ, മുഷ്കിൻ, അത് ശഖാ വരുത്തും. മുഷ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഷ്കാ യുഷ്കി എന്നതിന്റെ ഇസ്മു ഫായിലാണ് ശഖാ വരുത്തുക. ശഖാ എന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യം, ദുരന്തം, അത് ദൗർഭാഗ്യം വിളിച്ചു വരുത്തും. ലിൻ നുഫൂസ്, മനുഷ്യാത്മാക്കൾക്ക്. ഗായത്ത ശഖാ, അങ്ങേയറ്റത്തെ ശഖാവ്, ദൗർഭാഗ്യം, ചെറിയ ദൗർഭാഗ്യമല്ല. അത് ഫലിദാലിക്, അതിനാലാണ് ലമ്മ അമറ ബിത്തൗഹീദ് വൽ ഇഖ്ലാസ്, അല്ലാഹു നിങ്ങൾ തൗഹീദ് ഉൾക്കൊള്ളണം, ആരാധനകൾ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണം, മറ്റാർക്കും അത് പകുത്തു കൊടുക്കരുത് എന്ന് തൗഹീദിന്റെ കാര്യം കൽപ്പിച്ചപ്പോൾ, വൽ ഇഖ്ലാസ്, അള്ളാഹുവിന് ആരാധനകൾ നിങ്ങൾ നൽകുമ്പോൾ അതിൽ തെറ്റായ ലക്ഷ്യങ്ങൾ ഒന്നും കലരരുത്, അള്ളാഹുവിന്റെ വജ്ഹ് അത് മാത്രമേ, അള്ളാന്റെ വജ്ഹ് കാണുക എന്ന ലക്ഷ്യം മാത്രമേ അതിനുണ്ടാകാവൂ എന്ന് കൽപ്പിച്ചപ്പോൾ, ആ കൽപ്പന എവിടൊക്കെ വന്നിട്ടുണ്ടോ വരുന്നിടത്തൊക്കെ കാണാം നഹ അനിശ്ശിർക്ക്, ഷിർക്ക് വിലക്കുന്നതും നമുക്ക് കാണാം. നഹ അനിശ്ശിർക്ക് ബിഹി, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിനെ അള്ളാഹ് വിലക്കുന്നത് കാണാം. വഅഖ്ബറ ബിദമ്മി മൻ അശ്റക ബിഹി വദമ്മി മൻ അശ്റക ബിഹി വഅഖ്ബർ, അള്ളാഹു പറയുന്നുണ്ട്, അറിയിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ. എന്താണ് അറിയിക്കുന്ന കാര്യം? ദമ്മ്, ആക്ഷേപം, അധിക്ഷേപം. ആരെ കുറിച്ചുള്ള അധിക്ഷേപം? മൻ അശ്റക ബിഹി, അള്ളാഹുവിൽ പങ്കു ചേർത്തവരെ കുറിച്ചുള്ള അധിക്ഷേപവും അതിന്റെ കൂടെ പറയുന്നത് കാണാം.
ഫഖാൽ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ നിങ്ങൾ നോക്കൂ, ആദ്യ ഒരു കൽപ്പന ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. പിന്നെ അതൊന്നുകൂടി തഖ്രീർ ചെയ്തു, അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. അത് കഴിഞ്ഞപ്പോ അത് രണ്ടും തൗഹീദിനുള്ള കൽപ്പനയാണെങ്കിൽ ഉടനെ തന്നെ ശിർക്കിനെ വിലക്കുകയും ശിർക്ക് ചെയ്യുന്ന ആളുകളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന കാര്യം അതിന്റെ കൂടെ വന്നു. ഫഖാൽ, അങ്ങനെ അള്ളാഹ് തുടർന്നുകൊണ്ട് പറഞ്ഞു, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, എന്നാൽ യാതൊരുവർ, അല്ലദീന എന്ന് പറയുന്നത് അൽ ഇസ്മുൽ മൗസൂലാണ്, ജംഇന്റെ സീഗയാണ്. ദോസ് ഹൂ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതിന് തുല്യമായിട്ടാണ് വരിക. ദോസ് ഹൂ ഇത്തഖദു, അവർ സ്വീകരിച്ചിരിക്കുന്നു. ഇത്തഖദ യത്തഖിദു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക, വരിക്കുക. അവർ സ്വീകരിച്ചിരിക്കുന്നു. മിൻ ദൂനിഹി, മിൻ ദൂനില്ല, അള്ളാഹ്ക്ക് പുറമെ. അള്ളാഹിനെ അവർ സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ അള്ളാഹിനെ മാത്രല്ല, അള്ളാഹിന്റെ പുറമെ ഔലിയാക്കന്മാരെയും അവർ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, അള്ളാഹ്ക്ക് പുറമെ മറ്റ് ഔലിയാക്കന്മാരെ കൂടി സ്വീകരിച്ചിട്ടുള്ള ആളുകൾ ആരോ അവർ. വലിയ നമ്മള് തുടക്കത്തിൽ തന്നെ വിശദീകരിച്ചു, വലായലി എന്ന് പറഞ്ഞ കാര്യം ഏറ്റെടുത്തു എന്നാണ്. വലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം ഏറ്റെടുക്കുന്ന ആള്. അപ്പൊ അതിന് നമ്മള് ഭൗതികമായി രക്ഷാധികാരി, ഗാർഡിയൻ എന്നൊക്കെ നമ്മൾ പറയും. എന്നപോലെ എന്റെ കാര്യങ്ങൾ പോക്കാണ്, അത് പരലോകത്ത് എനിക്ക് അള്ളാന്റെ അടുക്കൽ എന്റെ കാര്യങ്ങൾ രക്ഷപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് കഴിവുള്ള ആളെന്നില്ല. അള്ളാഹ് പഠിച്ച ആൾ തന്നെയാണ്, അള്ളാന്റെ സൃഷ്ടി തന്നെയാണ്. പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ടവനാണ്. ശുപാർശയിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിക്കോ എന്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരു രക്ഷാധികാരി, ഇങ്ങനെയുള്ള രക്ഷാധികാരികളെ സ്വീകരിക്കുന്ന ആളുകൾ, അള്ളാഹ്ക്ക് പുറമെ മറ്റ് രക്ഷാധികാരികളെ സ്വീകരിച്ചിട്ടുള്ള ആളുകളാരോ അവർ എന്ന് പറഞ്ഞാൽ ഐ അഥവാ യതവല്ലൗനഹും, അവരെ അവർ വലിയുകളായി സ്വീകരിക്കുന്നു. അവരെ അവർ വലിയുകളായി സ്വീകരിക്കുന്നു. യതവല്ലൗന, തവല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയായിട്ട് സ്വീകരിക്കുക, അംഗീകരിക്കുക, തന്റെ രക്ഷാധികാരിയായിട്ട് സ്വീകരിക്കുക. എങ്ങനെയാണ് അവരെ രക്ഷാധികാരികളാക്കുന്നത്? ബിഇബാദത്തിഹിം, അവർക്ക് ആരാധനകൾ നൽകിയിട്ട്. അവിടെ വലന വഖഫ വദുആഇഹിം, അവർക്ക് ഇബാദത്തും ദുആയും കൊടുത്തിട്ട്. അതൊന്ന് ശ്രദ്ധിക്കുക, അവിടെ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഇവിടെ എല്ലാവരും വസ്വാസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളതിന് ഇവർക്ക് ഇബാദത്തും ദുആയൊന്നും കൊടുക്കണില്ലല്ലോ എന്നാണ് പറഞ്ഞേക്കും. നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ തർക്കത്തിന്റെ ഒരു പ്രധാന അതിന്റെ ഹോട്ട് സ്പോട്ടാണത്. അള്ളാഹ്ക്ക് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിക്കും. എന്നിട്ട് കാര്യങ്ങൾ അള്ളാഹിനോട് പറയേണ്ടതിന് പകരം അവരോട് പറയും. അള്ളാഹുവിൽ വരമേൽപ്പിക്കേണ്ടതിന് പകരം ഇവരെ കാര്യങ്ങൾ ഏൽപ്പിക്കും, ഇവരെ വരമേൽപ്പിക്കും. എന്നിട്ട് പറയും, ഞങ്ങൾ അവർക്ക് ഇബാദത്ത് ചെയ്യണില്ലല്ലോ, ഞങ്ങൾ അവരോട് ദുആ ചെയ്യണില്ലല്ലോ, ഞങ്ങൾ നടത്തുന്നത് ഇസ്തിഗാസയല്ലേ ഉള്ളൂ, ഞങ്ങൾ എന്ന് പറഞ്ഞത് ഭൗതികമായ അർത്ഥത്തിലല്ലേ ഉള്ളൂ എന്ന് പറയും. അത് എല്ലാ കുഷ്ഠരോഗികളും ഇങ്ങനെ തന്നെ. അവരോട് ചോദിച്ചു നോക്കി, അവർ പറയും എന്റെ കുഷ്ഠല്ല, എന്റെ ചൊറിയാന്ന് പറയും. അതിൽപ്പെട്ടൊരു വർത്താനം മാത്രാണ് ലാ യുജിദി വലാ യുസ്മിനു മിൻ വലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂൾ. അത് ഒരു അവരെ പോഷിപ്പിക്കാൻ പോകുന്നില്ല, അവർക്ക് വിശപ്പ് മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് വെറും നാവിൻ പുറത്തുള്ള ഒരു വാക്ക് മാത്രമാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാല് നിലവിളക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന്മ ഒരു തിരിയിട്ടിട്ട് കത്തിക്കണം എന്നില്ല ഇബാദത്താകാൻ. ഇബാദത്താകാൻ എന്തേ ആവശ്യമുള്ളൂ എന്നറിയോ? അള്ളാഹുവിലേക്ക് തിരിയേണ്ടതിന് പകരം ഇവരിലേക്ക് തിരിഞ്ഞാൽ, മറ്റൊന്നിലേക്ക് തിരിഞ്ഞാൽ, അള്ളാഹിനോട് ചോദിക്കേണ്ടതിന് പകരം ഇവരോട് ചോദിച്ചാൽ, മറ്റുള്ളവരോട് ചോദിച്ചാൽ, അള്ളാഹുവിൽ അവലംബിക്കേണ്ടതിന് പകരം മറ്റൊന്നിനെ അവലംബിച്ചാൽ അത് ഇബാദത്തായി. അതാണ് ഇബാദത്ത്.
നമ്മൾ നമ്മുടെ മുഴുവൻ കാര്യങ്ങളിലും അള്ളാഹുവിലേക്കാണ് തിരിയേണ്ടത്. അള്ളാഹുവിലേക്കാണ് തിരിയേണ്ടത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ തിരിയേണ്ടതിന് പകരം ഒരാവശ്യം വന്നപ്പോ അള്ളാഹുവിലേക്ക് തിരിയുന്നില്ല. കേരളത്തിലാണെങ്കിൽ മുസ്ലിം കുടുംബങ്ങളിൽ ഭൂരിഭാഗം മുസ്ലിമീങ്ങളും തിരിയുന്നത് ഒരാവശ്യം വരുമ്പോ അവരുടെ മനസ്സിൽ തിരിയുന്നത് മൊയ്തീൻ ഷേഖിലേക്കാ തിരിയുന്നത്. ഒറ്റടിക്ക് മൊയ്തീൻ ഷേഖ്. കുട്ടി അതാ വീഴുന്ന മുകളിൽ നിന്ന് താഴേക്ക് വീണുകയാണെങ്കിൽ അമ്പർത്ത തങ്ങളെ മനസ്സെടുക്കാ തിരിഞ്ഞത്, അമ്പർത്ത തങ്ങളടുത്തേക്കാ തിരിഞ്ഞത്, മൊയ്തീൻ ഷേഖിന്റെ അടുത്തേക്കാ തിരിഞ്ഞത്. അല്ലെങ്കിൽ രോഗം വന്നപ്പോ നേരെ പോയത് നാഗൂർക്കിത്തരെ, അജ്മീർക്കിത്തരെ, അവിടേക്കാ നേർച്ച. ഇങ്ങനെ നമ്മുടെ എന്തെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മുടെ മനസ്സെങ്ങോട്ട് തിരിയുന്നു, ആ തഅല്ലു, ആ ഖസ്ദ്, ആ തവജ്ജുഹ്, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിയുന്നത്, നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, നമ്മൾ ആശ്രയം കണ്ടെത്തുന്നത്, നമ്മൾ അവലംബിക്കുന്നത്, മനസ്സിന്റെ ഈ ആശ്രയത്തെ, ഈ അവലംബത്തെ, ഈ തിരിയലിനെ, ഈ ഉദ്ദേശം വെക്കലിനെ, അത് തന്നെയാണ് മനുഷ്യരെ ഇബാദത്ത്. അതാണ് ഇബാദത്ത്. വഴിക്കണ് വീണിനടുത്ത് ജിന്നെ കൈയൊന്ന് പിടിക്കണേ, അള്ളാഹുവിനോട് ചോദിക്കേണ്ടതിന് പകരം ജിന്നിലേക്ക് തിരിച്ചാൽ, ഞാൻ ഭൗതികനാന്നല്ല കരുതിയത്, ഇതിന്റെ ശിർക്കല്ല, എന്റെ മാത്രം കുഷ്ടല്ല, അത് ചൊറിയക്കാരൻ. എന്റെ ചൊറിയാന്ന് പറഞ്ഞതുകൊണ്ട് ചൊറിയാകാൻ പോകുന്നില്ല, അത് പച്ച കുഷ്ഠം തന്നെയാണ്. ആ കുഷ്ഠത്തിന് വിസ്ഡം എന്ന് പേരിട്ടിട്ട് ഒരു കാര്യമില്ല. അത് കുഷ്ഠമായി തന്നെ നിലനിൽക്കും. അല്ലെങ്കിൽ ആ കുഷ്ഠം പരിഹരിക്കണം, അതിന് മരുന്ന് കൊടുത്തിട്ട് മാറ്റുന്ന വേണം. അങ്ങനെ നമ്മുടെ വിഷയങ്ങളിൽ അത് മിൻ ഉമൂരി ദുനിയ വൽ ആഖിറ, ദുനിയാവിന്റെയോ പരലോകത്തിന്റെയോ വിഷയമാകട്ടെ, ആ വിഷയങ്ങളിൽ തഅല്ലു, നമ്മുടെ മനസ്സ് തിരിയേണ്ടത്, നമ്മുടെ മനസ്സ് തവജ്ജുഹ്, തഅല്ലു, തഖസ്സുദ്, ലക്ഷ്യമാക്കേണ്ടത്, തിരിയേണ്ടത് അള്ളാഹുവിലേക്ക് മാത്രമാണ്. അള്ളാഹ്ക്ക് തിരിയേണ്ടതിന് പകരം പെട്ടെന്ന് മനസ്സ് അത് ജിന്നിലേക്ക് തിരിയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ തിരിയാം എന്ന് ജനങ്ങളെ ഇപ്പൊ അതിലേക്ക് തിരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. മുഴുവൻ ആൾക്കാരും അങ്ങനെ തിരിഞ്ഞു എന്നല്ല, അവരതിലേക്ക് ഇങ്ങനെ പറഞ്ഞ് തിരിപ്പിക്കുകയാണ്. അങ്ങനെ തിരിപ്പിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ മൊയ്തീൻ ഷേഖിലേക്ക് തിരിയുന്നവരുണ്ട്, അല്ലെങ്കിൽ ബദരീങ്ങളിലേക്ക് തിരിയുന്നവരുണ്ട്, അല്ലെങ്കിൽ നാഗൂറിലേക്കോ അജ്മീറിലേക്കോ, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റേതെങ്കിലും ദർഗകളിലേക്കോ, ദർഗകളിൽ മറമാടപ്പെട്ടിട്ടുള്ള ആളുകളിലേക്കോ തിരിയുന്നവരുണ്ട്. ബീവികളിലേക്ക് തിരിയുന്നവരുണ്ട്, അംഗന്മാരിലേക്ക് തിരിയുന്നവരുണ്ട്. ഇങ്ങനെ തിരിയുന്ന ആളുകൾ, ആ തിരിയലാണ് ഇബാദത്ത്, അതാണ് ദുആ. അങ്ങനെ തിരിഞ്ഞിട്ട് പറയാണ് ഞാൻ ഇബാദത്ത് ചെയ്യണില്ല എന്ന് പറയും. ഞാൻ ചെയ്യണത് ഇബാദത്തല്ല, അത് ഇസ്തിഗാസയാണ്. അല്ലെങ്കിൽ പറയും, സുന്നികളാണെങ്കിൽ പറയും, സമസ്തക്കാരാണെങ്കിൽ പറയും അത് ഇസ്തിഗാസയാണ്. വിസ്റ്റാണെങ്കിൽ പറയും അത് ഭൗതികാണ്. അതല്ല, അത് കാന്തപുരം ടീമാണെങ്കിൽ പറയും ഞങ്ങൾക്ക് അവിടെ സ്വമതീയത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകിയിട്ടുണ്ട്, ഇനി ഒരു കാലം വരാൻ പോകുന്നുണ്ട്. അന്ന് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെല്ലാം തോന്നിയാസം ചെയ്യുക, പേരാണ് മാറ്റും, സംഗതി തോന്നിയാസമായിരിക്കും. യുഹല്ലൂനൽ ഹല്ല വൽ ഹരീർ, കള്ളുടിക്കും എന്നിട്ട് പറയും അത് കള്ളല്ല എന്ന് പറയും. വ്യഭിചരിക്കും, അത് വ്യഭിചാരല്ല എന്ന് പറയും. ഇസമ്മൂന ബിഗൈരി ഇസ്മിഹ, ഓരോന്നിനും അതിന്റെ പേര് മാറ്റിയിട്ട് വേറെന്തേലും പേര് പറഞ്ഞിട്ട് അത് തെറ്റില്ലല്ലോ എന്ന് പറയും. ഷിർക്കിന് അത് ഷിർക്കല്ല, ഞങ്ങൾ ഭൗതികാണ് എന്ന് പറയും. ഷിർക്കിന് ഞങ്ങള് സ്വമതീയത്ത് കൽപ്പിക്കണില്ല എന്ന് പറയും. സ്വമതീയത്തിന് ഈ പറഞ്ഞ അർത്ഥമല്ല. സ്വമതീയത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതാണ്, അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് തിരിയുന്നു. എന്തൊരു വിഷയം വന്നാലും നമ്മൾ സദാ ഏതു കാര്യങ്ങളിലും അള്ളാഹുവിലേക്ക്, ആ കാര്യം അത് അശ്ശിദ്ദ വർറഹ, ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത സുഖത്തിന്റെയും സുഷുപ്തിയുടെയും സമയമാകാം. സദാസമയങ്ങളിലും എന്റെ സ്വസ്ഥം അള്ളാഹുവിലേക്ക് തിരിയുന്നു, അവനെ ആശ്രയിക്കുന്നു, അവനെ അവലംബിക്കുന്നു, അവനോട് ചോദിക്കുന്നു,
അവനിലേക്ക് മനസ്സ് പോകുന്നു, അവനിലേക്ക് കണ്ണുയർത്തുന്നു, അവനിലേക്ക് കൈ ഉയർത്തുന്നു. ഈ തിരിയൽ വേറെ ഏതെങ്കിലും മറ്റൊന്നിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ശിർക്കാകും. അങ്ങനെയുള്ള തിരിയലാണ് ഇബാദത്ത്. അങ്ങനെ തിരിഞ്ഞിട്ട് പറയാണ് ഇന്റത് ഇബാദത്തല്ല, വേറെ പേര് ഇസ്തിഗാസത്ത് എന്ന് പറഞ്ഞാലോ ഭൗതികം എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ പിന്നെ സമതീയത്തില്ല എന്ന് പറഞ്ഞാലോ കാര്യം നടക്കാൻ പോകുന്നില്ല. അദ്ദുആഉ ഹുവൽ ഇബാദ. നിങ്ങള് അല്ലാത്ത വേറൊരാളോട് ചോദിച്ചിട്ട് അത് ഇബാദത്തല്ല എന്ന് പറഞ്ഞാൽ അത് വിലപ്പോകുന്ന കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവചിച്ചു തന്നതാണ് അദ്ദുആഉ മുഖുൽ ഇബാദ, അദ്ദുആഉ ഹുവൽ ഇബാദ. മനസ്സിന്റെ ഈ തേട്ടത്തെ, മനസ്സിന്റെ ഈ തിരിയലിനെ, മനസ്സിന്റെ ഈ ആശ്രയത്തെ, മനസ്സിന്റെ ഈ അവലംബത്തെ തന്നെയാണ് ദുആയാണ് ഇബാദത്ത്. മനസ്സിന്റെ ഈ ആശ്രയ മനോഭാവമാണ് ഇബാദത്ത്. കാല് നടഞ്ഞ് പുഴയിലേക്കാണ് വിൽക്കുമ്പോ മനസ്സാശ്രയിക്കുന്നത് ജിന്നിനെയാണെങ്കിൽ, അല്ല മൊയ്തീൻ ഷേഖ് എന്നാണ് മനസ്സ് അങ്ങോട്ടാണ് പോണതെങ്കിൽ, അല്ല ബദരീങ്ങളെന്നാണെങ്കിൽ, അല്ലെങ്കിൽ നാഗൂറിലെയോ അജ്മീറിലെയോ പാപ്പാനെയാണെങ്കിൽ, അതല്ലെങ്കിൽ വേറെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അന്യമതസ്ഥരായ ആളുകൾ ആരാധിക്കുന്ന അവരുടെ മൂർത്തികളോ പിന്നെ ദേവികളോ ദേവന്മാരോ അല്ലാത്തവരോ ആരോ ആണെങ്കിൽ അത് തന്നെയാണ് ശിർക്ക്. ഇതാണ് ഇവർ നടത്തുന്ന തട്ടിപ്പ്. ഞങ്ങൾ ഇബാദത്ത് നടത്തുന്നില്ലല്ലോ, ഞങ്ങൾ ദുആ നടത്തുന്നില്ലല്ലോ, ദുആക്ക് പകരം ഇസ്തിഗാസ എന്ന് വേറെ പേരാണല്ലോ ഞങ്ങൾ പറയണത്, ഇബാദത്ത് നടത്തുന്നില്ല എന്ന് ഞങ്ങൾ നിഷേധിക്കുന്നു. ഇത് പച്ചയായ ഇബാദത്താണ്. മനസ്സ് അള്ളാഹ്ക്ക് തിരിയേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിയുന്നു. അത് വിഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞാൽ, ബിംബങ്ങളിലേക്ക് തിരിഞ്ഞാൽ, ഈസാ നബിയിലേക്ക് തിരിഞ്ഞാൽ, മലക്കുകളിലേക്ക് തിരിഞ്ഞാൽ, ജിന്നുകളിലേക്ക് തിരിഞ്ഞാൽ, പുണ്യാത്മാക്കളിലേക്ക് തിരിഞ്ഞാൽ, പുണ്യാത്മാക്കളല്ലാത്ത മരണപ്പെട്ടു പോയ മറ്റുള്ള ആളുകളിലേക്ക് തിരിഞ്ഞാൽ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങളിലേക്ക് തിരിഞ്ഞാൽ, ആരിലേക്ക് തിരിഞ്ഞാലും മനസ്സ് തിരിയുന്നുവെങ്കിൽ അതാണ് ദുആ, അത് തന്നെയാണ് ഇബാദത്ത്. യതവല്ലൗനഹും ബിഇബാദതിഹിം വദുആഇഹിം. അവരെ ഇബാദത്ത് കൊണ്ടും ദുആ കൊണ്ടും അവരെ വലിയായി സ്വീകരിക്കുന്നു. മുഅ്തദിരീന അൻ അൻഫുസിഹിം വഖായിലീൻ. എന്നിട്ട് അവർ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് അവർ ഉദ്റ് കണ്ടെത്തുന്നു. മുഅ്തദിരീന, അവര് എക്സ്ക്യൂസ് കണ്ടെത്തിക്കൊണ്ട്. എഴുത്തിദാർ എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസിനാണ് പറയാ. ഉദ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ക്യൂസ്, ഒരു കാരണം കണ്ടെത്തുക, ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുക. ഉദ്റ്, എനിക്ക് ഉദ്റുണ്ട്, അതിനൊരു എക്സ്ക്യൂസ് ഉണ്ട്. എഴുത്തതറ മാപ്പ് പറഞ്ഞു, എക്സ്ക്യൂസ് പറഞ്ഞു, എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് പറയാ. മുഅ്തദിരീന, അവർ എക്സ്ക്യൂസ് പറയാണ്. അൻ അൻഫുസിഹിം, അവരുടെ നഫ്സിന് അവർ ചെയ്തിട്ടുള്ള ഈ തെറ്റായ, ഈ കടുത്ത, ഈ പാപത്തിന്, ഈ പാതകത്തിന് അവർ എക്സ്ക്യൂസ് കണ്ടെത്തുകയാണ്. വഖായിലീൻ, എന്നിട്ട് അവരിങ്ങനെ പറയാണ്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. മാ നഅ്ബുദുഹും, അവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ലല്ലോ, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങളെ അവരടുപ്പിച്ചു തരാൻ വേണ്ടിയല്ലാതെ, അള്ളാഹുവിലേക്ക് സുൽഫ, നന്നായി അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. യുഖർരിബൂന സുൽഫ, ഖറബ യുഖർരിബു എന്ന് പറയുന്ന ആ വാക്കിന്റെ അതേ അർത്ഥം തന്നെയാണ് സുൽഫ എന്നുള്ളത്. അതുകൊണ്ട് മഫ്ഊല് മുത്ലഖാണ്, അതേ ലഫ്ളിൽ നിന്നല്ല, പക്ഷെ അതേ മഅനയിൽ നിന്ന്. യുഖർരിബൂന ഇലല്ലാഹി തഖരീബൻ എന്ന് പറഞ്ഞ അതേ അർത്ഥം, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി, നല്ലൊരു അടുപ്പിക്കൽ. അത് അവര് സ്വയം കണ്ടെത്തുന്ന ഒരു എക്സ്ക്യൂസ് മാത്രമാണ്, സ്വയം കണ്ടെത്തുന്ന ഒരു കാരണം മാത്രമാണ്. എന്ന് വെച്ചാൽ അവരർത്ഥമാക്കുന്നത് ലിതുർഫഅ ഹവായിജുന ഇലല്ലാഹ്, ലിതുർഫഅ ഹവായിജുന ഇലല്ലാഹ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ വേണ്ടി, ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ നേരെ പറയാൻ, അള്ളാഹുവിന്റെ മുൻപാകെ അത് സമർപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഹാജത്തുകൾ, ഹവായിജ്, ആവശ്യങ്ങൾ, അത് അള്ളാഹുവിലേക്ക് ഉയർത്താൻ, അള്ളാഹുവിന്റെ മുമ്പാകെ അത് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഇവരെ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഇവർ സ്വയംഭൂവായി ഉണ്ടായതാണ് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇവർക്ക് ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവുകളെല്ലാം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല.
അവരിലായംലിക്കൂൻ, അവരൊന്നും അധീനപ്പെടുത്തുന്നില്ല. അവരെയും അവർക്കുള്ള എല്ലാ കാര്യങ്ങളെയും അള്ളാഹുവാണ് അധീനപ്പെടുത്തുന്നത്. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഇവരോട് ഞങ്ങൾ ചോദിക്കുന്നത്, ഇവര് ഞങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാന്റെ അടുക്കൽ പറയും. വതശ്ഫഅ ലനാ ഇൻദഹു, അവര് അള്ളാന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ശുപാർശ പറയും, ശഫാഅത്ത് പറയും. വഇല്ല, അങ്ങനെയല്ലെങ്കിൽ ഫനഹ്നു നഅലം, ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം, അന്നഹ ലാ തഖ്ലുഖ്, ഈ ഔലിയാക്കന്മാർ, അന്നഹ അവരാരാധിക്കുന്ന ഔലിയാക്കൾ, ഔലിയാക്കളെ അന്നഹ എന്ന് അങ്ങനെ ബഹുവചനം ആക്കാൻ പറയുന്നത് കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവര് വലിയായി സ്വീകരിക്കുന്ന പലതും ജീവനുള്ള വസ്തുക്കളല്ല. അസ്നാം വ ഔസാൻ, അതാണ് അധികം. അസ്നാം വ ഔസാൻ, ബിംബങ്ങളും വിഗ്രഹങ്ങളുമാണ്. അതിലേക്ക് ലമീർ മടക്കിയിട്ടാണ് ഇവിടെ അന്നഹ എന്ന് പറഞ്ഞത്. ലിതർഫഅ ഹവായിജന, അവിടെ വേണമെങ്കിൽ നമുക്ക് അൽ മബ്നിയു ലിൽ മഫ്ഊൽ, അൽ മബ്നിയു ലിൽ മഅലൂം അത് തന്നെ എടുക്കാം. നമുക്ക് പിന്നെ മജ്ഹൂലാക്കേണ്ടതില്ല, മഅറൂഫാക്കാം, യാതൊരു കുഴപ്പമില്ല. ലിതർഫഅ ഹവായിജന, ഈ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഈ ബിംബങ്ങൾ അല്ലെങ്കിൽ ഈ ദൈവങ്ങൾ, ആ ദൈവങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തും. അവർ ഞങ്ങൾക്ക് വേണ്ടി അവന്റെ അടുക്കൽ ശുപാർശ പറയും. അങ്ങനെയല്ല കാര്യമെങ്കിൽ ഫനഹ്നു നഅലം, ഞങ്ങൾക്കറിയാം, അന്നഹ, ഈ വിഗ്രഹങ്ങൾ, ഈ ദൈവങ്ങൾ, ലാ തഖ്ലുഖ്, അവ ഒന്നും സൃഷ്ടിക്കുന്നില്ല, വലാ തർസുഖ്, അവ നമുക്ക് റിസ്ക് നൽകുന്നില്ല, വലാ തംലിക്കു മിനൽ അംരി ശൈഅ, ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണത്തിൽപ്പെട്ട ഒരു കാര്യവും അവർ ഉടമപ്പെടുത്തുന്നില്ല. അവരുടെ കയ്യിൽ ഒരു ചുക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അവരെന്തിനു വേണ്ടിയാണ് അവരെ ഞങ്ങൾ സമീപിക്കുന്നത്? ഞങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാന്റെ അടുക്കൽ എത്തിക്കാൻ അവർക്ക് പറ്റും. അള്ളാന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയാൻ പറ്റും. കാരണം അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ടവരും അള്ളാന്റെ ഇഷ്ടഭാചനങ്ങളുമാണ്, അള്ളാന്റെ ഔലിയാക്കളാണ്. അവര് നല്ലവരല്ലേ? അവരെ പറഞ്ഞാൽ അള്ളാഹ് കേൾക്കൂലേ? അവർ ഞങ്ങൾക്ക് വേണ്ടി പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ അവരോട് പറയുന്നത്. ഞങ്ങളുടെ മനസ്സ് അവരിലേക്ക് തിരിയുന്നത് അതുകൊണ്ടാണ്. ഇതാണ് അവരുടെ ന്യായം. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ഇതിന്റെ ചെറിയ പാഠഭേദങ്ങൾ, വകഭേദങ്ങളല്ലാതെ ശിർക്ക് ലോകത്ത് ഇതുവരെ, അന്ന് മുതൽ ഇന്ന് വരെ വേറെ ഒരു രൂപത്തിലുമല്ല ശിർക്ക് അഴിഞ്ഞാടുന്നത്. ഇതിന്റെ വകഭേദങ്ങളായിട്ട് തന്നെയാണ്. ശരിക്കുള്ള ഖാലിഖും മാലിക്കും മുദബ്ബിറുമായിട്ടുള്ള റബ്ബ് ഒരുവനുണ്ട്. അതങ്ങനെ തന്നെയാണ് ഇവിടുത്തെ മറ്റു മതവിശ്വാസികൾ അടക്കം വിശ്വസിക്കുന്നത്. ഏത് മതത്തിന്റെയും നിങ്ങൾ എടുത്തു നോക്കി അതിന്റെ അങ്ങേയറ്റത്ത് നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ സൃഷ്ടാവും ഉടമസ്ഥനും നിയന്താവുമായിട്ടുള്ള ഒരു വലിയൊരുത്തൻ അത് വേറെ തന്നെ ഉണ്ട്. പക്ഷെ ഇവര് എന്നിട്ട് ആരാധിക്കുന്നതോ ഇടക്കുള്ള ഇടയാളന്മാരെയാണ്, മധ്യവർത്തികളെയാണ്, ശുപാർശക്കാരെയാണ്. ഈ ഇടയാളന്മാർ അല്ലെങ്കിൽ ഈ മധ്യവർത്തികൾ, ഇടക്ക് നിൽക്കുന്ന ആളുകൾ, ഈ മധ്യവർത്തികൾ, ഈ ശുപാർശക്കാര്, ആ വലിയവന്റെ അടുക്കൽ നമ്മുടെ കാര്യങ്ങൾ പറയും. ഇതാണല്ലോ കാര്യം. ഇതാണ് ഇതര മതസ്ഥരിൽ കണ്ടുവരുന്നത്. ഇതാണ് ഇവിടുത്തെ ഭാരതീയ പാരമ്പര്യങ്ങളിൽ കണ്ടുവരുന്നത്. ഇതാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അനുവർത്തിച്ചിരുന്നത്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആളുകളിൽ കാണുന്ന പ്രവണതയും ഇത് തന്നെയാണ്. ഞങ്ങൾ അള്ളാഹിനെ മാത്രമല്ല ഇബാദത്ത് ചെയ്യുന്നുള്ളൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എത്ര തവണ ഒരു ദിവസം പറയുന്നുണ്ട്, ബാങ്ക് കൊടുക്കുന്നില്ലേ, നിസ്കരിക്കുന്നില്ലേ? പക്ഷേ അത് പ്രവർത്തനക്ഷമമല്ല, അത് മുസ്ലിഹത്തുൽ ഖുലൂബല്ല. കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തിന് എതിരാകുന്ന, അതിന്റെ ആശയത്തെ ചോർത്തിക്കളയുന്ന, അതിന്റെ സ്പിരിറ്റ് നശിപ്പിക്കുന്ന പ്രവർത്തനം അവർ വേറെ വെക്കുന്നുണ്ട്. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് തിരിയേണ്ടതിന് പകരം ചില ഇടയാളന്മാരെ നടുക്ക് കൊണ്ടുപോയി വെച്ചു. അവരോട് നമ്മൾ പറയാ, അവരിൽ നമ്മൾ ആശ്രയം കണ്ടെത്തുക, മനസ്സ് നേരെ അവരിലേക്ക് പായുക. അപ്പൊ അതൊരു ചെറിയ സംശയം തോന്നും. അങ്ങനെ നമ്മളും പലരോടും പലതും ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നില്ലേ? ആ ചോദ്യം, രണ്ട് ചോദ്യം തമ്മിൽ മനസ്സിലാക്കേണ്ടത്, മനസ്സ് അതിൽ ആശ്രയം കാണാതെ അതിനെ കാര്യങ്ങൾ നിറവേറ്റാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു ഉപാധി, ഒരു സാമഗ്രി, ഒരു ഉപായം, മീൻസ് ഒരു ഉപായം, ഒരു സാമഗ്രി എന്ന നിലക്കാണ് കാണുന്നത് എങ്കിൽ, അള്ളാഹു നിശ്ചയിച്ച കാരണമാണെങ്കിൽ ആ സാമഗ്രി സ്വീകരിക്കണം. അത് അള്ളാഹനെ കൽപ്പിച്ചതാണ്. കാരണങ്ങളിലൂടെ കാര്യങ്ങളെ നമ്മൾ ചോദിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്.
പക്ഷെ അപ്പൊ അതിൽ മനസ്സെന്ത് ചെയ്യൂല, ആശ്രയം കണ്ടെത്തൂല. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മളൊരു പേന ഉപയോഗിക്കുകയാണെങ്കിൽ ആ പേനക്ക് എന്ത് വില നമ്മൾ കൊടുക്കുക? നമുക്ക് നല്ല ഒരു കഥ എഴുതണം, നല്ലൊരു നോവൽ എഴുതണം, നല്ലൊരു കവിത എഴുതണം, നല്ല ഒരു അപേക്ഷ തയ്യാറാക്കണം, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. ആ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നോവൽ എഴുതാൻ, കഥ എഴുതാൻ ഈ പേനയ്ക്ക് എന്ത് പങ്കാണ് കൂട്ടരെ ഉള്ളത്? പേനയാണോ അത് എഴുതുന്നത്? പേന അത് എഴുതുന്ന ആ വ്യക്തി അയാളുടെ മനസ്സിൽ, അയാളുടെ ആ സർഗാത്മകതയിൽ തെളിയുന്ന ആശയങ്ങൾ അയാളുടെ പേന കൊണ്ട് കൈകൊണ്ട് അയാൾ ചലിപ്പിക്കുമ്പോൾ അതിങ്ങനെ വരക്കുന്നു എന്നുള്ള ഒരു ഉപകരണത്തിന്റെ പങ്ക്, സാമഗ്രി അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ പേനയല്ലല്ലോ എഴുതുന്നത്, അതിനെ സാമഗ്രിയായിട്ടാണ് കാണുന്നത്. എന്നതുപോലെ രോഗം വന്നു, രോഗം വരുമ്പോ അള്ളാഹിനോടാണ് ചോദിക്കേണ്ടത്, അള്ളാഹുവേ ശിഫ നൽകണേ. അതേ സന്ദർഭത്തിൽ ഡോക്ടർ അടുക്കലേക്ക് നമ്മൾ പോകുന്നു, ആ ഡോക്ടറോട് പോയിട്ട് ഡോക്ടറെ രോഗം മാറ്റിത്തരണേ എന്ന് പറയുന്നു. അവിടെ ഡോക്ടറെ രോഗം മാറ്റിത്തരണേ എന്നല്ല പറയേണ്ടത്. ഈ രോഗത്തിന് എന്താണോ മരുന്ന്, എന്താണോ പ്രതിവിധി അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, അത് ഡോക്ടർക്ക് അറിയുന്നത്, ഡോക്ടർ അത് പ്രിസ്ക്രൈബ് ചെയ്യണം, അതിനുള്ള മരുന്ന് തരണം. രോഗം മാറ്റി തരേണ്ടത് അള്ളാഹ് തന്നെയാണ്. അള്ളാഹുവിലേക്കാണ് നമ്മുടെ മനസ്സ് തിരിയുന്നത്. രോഗം വന്നാൽ ആദ്യം തിരിയുന്നത് അള്ളാഹുവിലേക്കാണ് മനസ്സ് തിരിയുന്നത്. പക്ഷേ അത് രോഗങ്ങൾ മാറാൻ അള്ളാഹു, രോഗങ്ങൾ ശിഫയായി കിട്ടാൻ വേണ്ടി അള്ളാഹു ഇവിടെ ചില കാരണങ്ങൾ വെച്ചിട്ടുണ്ട്, ചില ഉപകരണങ്ങൾ വെച്ചിട്ടുണ്ട്, സാമഗ്രികൾ വെച്ചിട്ടുണ്ട്, ഉപാധികൾ വെച്ചിട്ടുണ്ട്, മീൻസ് അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ മീൻസിനെ മീൻസായി മാത്രം, സാമഗ്രിയായി മാത്രം, ഉപാധിയായി മാത്രമേ കാണുള്ളൂ. അതിൽ മനസ്സെത്തൂല, മനസ്സ് നമ്മൾ ആശ്രയം കണ്ടെത്തൂല. ആശ്രയം അള്ളാഹുല കണ്ടെത്തുക. ഈ പോയിന്റ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഫഖദ് അദ്റകൽ മഅഖൂല വൽ മൻഖൂൽ, നിങ്ങൾക്ക് നഖലിലൂടെ വന്നിട്ടുള്ള ദീനിന്റെ ആ കാമ്പ് കിട്ടി. അഖിലിലൂടെ നിങ്ങൾ ബുദ്ധി കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ കിബ്തുൽ ഹഖീഖ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇത് രണ്ടും വേറിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ജിന്നിലേക്കൊക്കെ ഇവർ പോകുന്നത്. എന്താണ് സബബ്? എന്താണ് മുസബ്ബിബുൽ അസ്ബാബ്? കാരണം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ റോൾ എത്രയുള്ളൂ? കാരണങ്ങൾ നിശ്ചയിച്ച് കാര്യങ്ങൾ ഇവിടെ നിറവേറ്റി തരുന്നവനായ അള്ളാഹ്, അവൻ എന്താണ്? അവന്റെ റോൾ എന്താണ്? ഇത് രണ്ടിനോടും ഒരടിയാൻ ഒരു മനുഷ്യൻ അനുവർത്തിക്കേണ്ട, ഒരു മനുഷ്യൻ സമീപിക്കേണ്ടത് എങ്ങനെ? ഇത് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഒരു വകതിരിവിന്റെ പ്രശ്നമുണ്ട്. ആ വകതിരിവില്ലാത്തതാണ് പലരും ഇവിടെ നെട്ടിത്തിരിക്കണത്. ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടറിൽ നിങ്ങൾ ആശ്രയം കണ്ടെത്തിയാൽ, ആ ഡോക്ടർ ഇല്ലെങ്കിൽ എന്റെ കുട്ടി മരിച്ചത് തന്നെ കേട്ടോ, ആ ഡോക്ടറാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് കേട്ടോ എന്ന് പറയും. അത് വളരെ പരിധി വിട്ട വാക്കാണ്. നമ്മളങ്ങനെ പറയാൻ പാടില്ല. അത് നന്ന് ചുരുങ്ങിയത് ശിർക്കുൻ അസുഖറിലേക്കെങ്കിലും എത്തും. മറിച്ച് ആ ഡോക്ടർ മുഖേന അള്ളാണ് എനിക്ക് രോഗം ശിഫാക്കി തന്നത്, ആ ഡോക്ടർ കാരണക്കാരനാണ്. അതൊരു മുജറദു സബബ്, അതൊരു മീൻസ് മാത്രമാണ്, അതൊരു ഉപാധി മാത്രമാണ്, അതൊരു ഉപകരണം മാത്രമാണ്. പോലീസിന്റെ കയ്യിലെ ലാത്തി എന്ന് പറഞ്ഞത് മാത്രമാണ്. ലാത്തിയാണ് നമ്മളെ തല്ലുന്നത്. തല്ലണമെങ്കിൽ അവിടെ SI അല്ലെങ്കിൽ ആരാണ് പിന്നെ അത് ഓർഡർ നൽകാൻ അവകാശപ്പെട്ട ആള്, അയാൾ അവിടെ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യണം. അപ്പൊ ആ പോലീസുകാർ കയ്യിലുള്ളത് അടിക്കണം. അല്ലാണ്ട് ലാത്തി അടിക്കാൻ പോകുന്നില്ല. ലാത്തിനെ അല്ല നമ്മളെ പേടി ആ ചാർജ് ചെയ്യേണ്ടതാ. അതുകൊണ്ട് ചാർജ് ചെയ്യാൻ കൽപ്പന ചെയ്യുന്ന ആള്, അവിടെയല്ലേ കാര്യം കിടക്കുന്നത്. ഇത് രണ്ടും വേറിരിക്കാൻ കഴിയില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ കാരണങ്ങളിൽ ആശ്രയം കണ്ടെത്തുന്നു, കാരണങ്ങളെ അവലംബിക്കുന്നു, ആ കാരണങ്ങളിലേക്ക് മനസ്സ് പോകുന്നു. അതാണ് ഇവിടുത്തെ ഭാരതത്തിലുള്ള ഹൈന്ദവ പാരമ്പര്യങ്ങളിൽ കണ്ടുവരുന്ന ശിർക്കിന്റെ കാരണം അവിടെയാണ്. അവര് ശിർക്ക് ചെയ്യുന്നത് മുഴുവനും കാരണങ്ങളിൽ അവരുടെ മനസ്സിനെ തളച്ചിടുന്നു. ഈ കാരണങ്ങളെയും കാര്യങ്ങളെയും സൃഷ്ടിച്ച, അവ തമ്മിൽ ബന്ധിപ്പിച്ച, ആ കാരണങ്ങൾ നമുക്ക് ഉപദേശിച്ചു നിർദ്ദേശിച്ചു തന്ന അള്ളാഹുവിലേക്ക് അവരെത്തുന്നില്ല, വഴിയിൽ നിന്ന് പോകുന്നു. സൂര്യനിൽ നിന്ന് വെളിച്ചം കിട്ടിയാൽ സൂര്യൻ ആരാധിച്ചു, സൂര്യദേവൻ.
ഭൂമിയിൽ സുഖമായി വസിക്കുന്നുവെങ്കിൽ ഭൂമി ദേവി. കടലിൽ നിന്ന് പലതും മീനും മുത്തും ഒക്കെ കിട്ടുമ്പോൾ കടലമ്മ. പശുവിൽ നിന്ന് പാല് കിട്ടുമ്പോ ചാണകം കിട്ടുമ്പോ പശു ദൈവം. ഇതൊക്കെ കാരണങ്ങളാണ് കൂട്ടരെ. എന്നാൽ ഈ കാരണങ്ങളെയും ആ കാരണങ്ങളിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ നിറവേറാനുള്ള സൗകര്യവും അത് രണ്ടിനെയും സൃഷ്ടിച്ചു. കാര്യവും കാരണവും സൃഷ്ടിച്ചു. കാര്യവും കാരണവും തമ്മിൽ ബന്ധിപ്പിച്ചു. എന്നിട്ട് നമ്മളോട് ഇന്ന കാരണത്തിലൂടെ നിങ്ങൾ ഇന്ന കാര്യം തേടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അള്ളാഹുവിലേക്കാണ് നമ്മുടെ മനസ്സെത്തേണ്ടത്. അവനോടാണ് ചോദിക്കേണ്ടത്. അതല്ല നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസർ അടുക്കൽ ചെന്നു, വില്ലേജ് ഓഫീസർ തന്നില്ലെങ്കിൽ വില്ലേജ് ഓഫീസറെ ശപിക്കുന്നതിൽ ഒരു കാര്യമല്ല. നമുക്ക് ആ സംഗതി നടക്കണോ നടക്കണ്ടേ എന്ന് തീരുമാനിക്കുന്നത് മുകളിൽ നിന്നാണ്. മുകളിലുള്ള അള്ളാഹുവിനോട് ചോദിച്ചിട്ട് വേണം പോകാൻ. അള്ളാഹു എന്റെ ഒരു ആവശ്യമുണ്ട്, ദുന്യാവിന്റെ ആവശ്യമാണ്. ദുന്യാവിന്റെ ആവശ്യം അള്ളഹാനോട് ചോദിക്കാൻ പാടില്ല എന്നില്ല. ചെറിയ കാര്യങ്ങൾ അള്ളഹാനോട് ചോദിക്കാൻ പാടില്ല എന്നില്ല. അള്ളഹാനോട് തന്നെ ചോദിക്കണം. അതിനാൽ എനിക്ക് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കി തരണേ റബ്ബേ. നമ്മൾ ചെന്നു, അയാൾ ഒരു കാരണം മാത്രമാണ്. അയാളെ കയ്യിലിരിക്കണ പെണ്ണ് പോലെ തന്നെ അയാളും ഉള്ളൂ, അതിന്റെ അപ്പുറമൊന്നുമില്ല. നമ്മളെ കാണുമ്പോ അത് അവന് കൊടുക്കണം എന്നുള്ളൊരു മനസ്സ് അയാൾക്ക് വരുത്തണമെങ്കിൽ മുകളിൽ നിന്ന് അള്ളാന്റെ ഓർഡർ വരണം. അപ്പാണെങ്കിൽ അയാൾ അത് എഴുതി തരും. അന്ന് നമുക്കത് കിട്ടണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ നിബന്ധനയും ഒക്കെ ഒപ്പിച്ചിട്ട് ഒരു പറഞ്ഞൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ വാ പറഞ്ഞിട്ട് മടക്കും. ആ സമയത്ത് കാരണങ്ങളിൽ നമ്മുടെ മനസ്സ് കൊടുക്കണ്ട, അവരെ ശപിക്കാനോ അവരെ ദുഷിക്കാനോ പോണ്ട, പരിഭവപ്പെടണ്ട. അള്ള വെച്ചിട്ടില്ല, അള്ളാന്റെ അടുക്കൽ നിന്നുള്ള തീരുമാനം വരട്ടെ, വരുമ്പോ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു മുസ്ലിം എത്ര പോസിറ്റീവാണ്. അതാ മുത്തഹിറത്തുൽ ഖുലൂബ്. അത് ഹൃദയത്തെ എത്ര ശുദ്ധമാക്കി നിലനിർത്തും. അത് എത്രത്തോളം അത് മുസക്കിയത്താണ്. ഹൃദയത്തെ ശുദ്ധീകരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യും. അത് ഹൃദയത്തെ എത്രത്തോളം മെന്റ് ചെയ്യും. അവിടെ നെഗറ്റീവായ ഒന്നും ഇല്ലല്ലോ. ജീവിതം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ പോസിറ്റീവ് അല്ലേ. അതാണ് ജീവിതം. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അത് നമ്മുടെ മനസ്സിനെ വളർത്തും, നമ്മുടെ ആത്മാവിനെ വളർത്തും, അതിനെ പോഷിപ്പിക്കും എന്ന് പറയണത്. മറിച്ച് അവിടെ നമുക്കതില്ല. നമുക്ക് കാരണങ്ങളിലാണ് നമ്മുടെ മനസ്സ് കുരുങ്ങുന്നത്, അവിടേക്കാണ് തിരിഞ്ഞു പോകുന്നതെങ്കിൽ ഫുള്ള് നെഗറ്റീവ് എനർജി ആയിരിക്കും. നെഗറ്റിവിറ്റി അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. അവിടെയാണ് വ്യത്യാസം. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. ആവശ്യങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്താൻ വേണ്ടിയാണ്. അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ വേണ്ടി മാത്രമാണ്. അതല്ല എങ്കിൽ ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അന്നഹ, ഈ വിഗ്രഹങ്ങൾ, ഈ ദൈവങ്ങൾ ലാ തഖ്ലുഖ്, ഒന്നും സൃഷ്ടിക്കാൻ പോകുന്നില്ല, വലാ തർസുഖ്, ഒരു റിസ്കും നൽകാൻ പോകുന്നില്ല, വലാ തംലികു മിനൽ അംരി ശൈഅ, കാര്യങ്ങളിൽ നിന്ന് ഒന്നും അവരുടമപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്നിപ്പോ വായിച്ചാലും തീരൂല, നമുക്കൊരു മണിക്കൂർ തന്നെ മതി. കാരണം എല്ലാവരും തിരക്കിലൊക്കെ ആയിരിക്കും. വബിഹാദൽ ഖദർ അക്തഫി വഅസ്അലുല്ലാഹൽ അളീം റബ്ബൽ അർശിൽ അളീം അൻ യതവല്ലാനാ ജമീഅൻ ഫിദ് ദുനിയ വൽ ആഖിറ ഇന്നഹു സമീഉൻ ഖരീബുൻ മുജീബ്. അപ്പൊ പല ആളുകളും ഇതിന്റെ ഹിഫ്ള് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോ ഒഴുക്ക് ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ മതി. വളരെ ഭംഗിയായി ഓതിയിട്ടുള്ള 2-3 ആളുകളുണ്ട്. പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. അള്ളാഹ് അവർക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യാണ്. എന്നാൽ ചില ആളുകൾ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട്. ഇപ്പൊ തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, അതിലെവിടെയും വഖഫില്ല. അപ്പൊ നിങ്ങളൊരു വഖഫ് വരുത്തരുത്, നിർത്തരുത്. വഖഫ് പറഞ്ഞാൽ ഒരു നിർത്തൽ ഉണ്ടാവരുത്. പിന്നെ പറഞ്ഞു ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. അവിടെ ബിൽ ഹഖ് എന്ന് പറഞ്ഞിട്ട് വഖഫില്ല. അതുകൊണ്ട് ഒന്നിച്ചു പോകുകയാണ് നല്ലത്. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. അവിടെ എങ്ങാനും നിർത്തുകയാണെങ്കിൽ ബിൽ ഹഖ് എന്ന് പറഞ്ഞിട്ട് കസ്റുമ നിർത്തരുത്, വഖഫ് എല്ലാം സുക്കൂനുമ നിർത്തണം. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് അങ്ങനെ ആക്കണം. ബിൽ ഹഖ് എന്ന് അങ്ങനെ നിർത്തൂല. അങ്ങനെ നമ്മൾ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അറബി അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു രീതി നമ്മൾക്ക് വന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അവിടെയും ഒരു വഖഫില്ലാത്തത് കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ നല്ലത്. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. മുഖ്ലിസൻ ലഹു അല്ല, അവിടെ മുഖ്ലിസൻ ലഹുദ്ദീൻ. അതൊന്ന് ശ്രദ്ധിക്കുക, അങ്ങനത്തെ ഖിറാഅത്ത്. പിന്നെ അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാഅ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ
അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അവിടെ ഒരു വഖഫുണ്ട്. അപ്പൊ ഖാലിസു എന്ന് പറയണ്ട, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി, വല്ലദീന ഇത്തഖദൂ എന്ന് പറഞ്ഞിട്ട് ഇത്തഖദൂ എന്ന് പറഞ്ഞിട്ട് നിർത്തരുത്, കുറച്ചൊരു നീട്ടുണ്ട്. ഇത്തഖദൂ എന്ന് പറഞ്ഞാൽ ശേഷമുള്ള വാവ് അവിടെ ഉണ്ടാകാൻ പാടില്ല. അവിടെ വാവുൽ ജമാഅത്ത് ഉണ്ടല്ലോ, അപ്പൊ അതിനു വേണ്ടി ഒരു നീട്ടലൂടെയും കൊടുക്കണം. വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാഅ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ ഹുവ കാദിബുൻ കഫാർ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രാഥമികമായി ഓതി പഠിക്കുന്നവരാണെങ്കിൽ പിന്നെ ഏതെങ്കിലും നമ്മളെ ഖാരിങ്ങളുടെ ഇമാമിങ്ങളുടെ ഏതെങ്കിലും ഖിറാഅത്ത് പിന്തുടർന്നിട്ട് അങ്ങനെ ഓതി പഠിച്ചാൽ കുറച്ചും കൂടി നിങ്ങളുടെ ഒരു സുഖമായിട്ട് വരും. അങ്ങനെ വരികയാണെങ്കിൽ, പക്ഷെ പലതും ആയിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ 3 ആയത്താണെങ്കിൽ 3 ആയത്ത്, 4-ാമത്തെ ആയത്തുണ്ടെങ്കിൽ 4-ാമത്തെ ആയത്ത്, ഒരു ദിവസം 1-2 നിസ്കാരങ്ങളിൽ നിങ്ങളത് നിസ്കരിക്കുക. അതുകൊണ്ട് നിസ്കാരത്തിൽ അത് ഓതുമ്പോ ഈ ആശയം നമ്മളിവിടെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ആശയം നിങ്ങളുടെ മനസ്സിൽ വരും. ആ ഹിഫ്ദ് നിങ്ങൾക്ക് നിലനിന്ന് കിട്ടുകയും ചെയ്യും. ളുഹറിലോ അസ്റിലോ ഒരു റക്അത്തിൽ ഈ 3 ആയത്ത് ഓതിയാൽ മതി. എന്താണ്, അതിന് യാതൊരു പ്രശ്നമല്ലല്ലോ. നമ്മള് സൂറത്ത് ഓതാൻ വേണ്ടി ബസ്മല ചൊല്ലുന്നു, അതിനുശേഷം ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ, ആദ്യം തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ അലാ ലില്ലാഹിദ് ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാഅ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ ഹുവ കാദിബുൻ കഫാർ. 3 ആയത്തുണ്ട്. ആ 3 ആയത്തുകൊണ്ട് റക്അത്ത് ഓതാം. ഒരു റക്അത്തിൽ ഖിറാഅത്തായി, ഒരു കുഴപ്പമില്ല. അപ്പൊ ആ ഹിഫ്ദ് അവിടെ നിലനിന്ന് കിട്ടും. ഹിഫ്ദിന് വേറെ നിങ്ങൾ നിലനിർത്താൻ വേണ്ടി അധ്വാനിക്കാൻ വേണ്ടതില്ല. മാഷാ അല്ലാഹ്, നന്നായി ഓതിയിട്ടുള്ള ആളുകളുണ്ട്. ചിലതിൽ ചെറിയ ചെറിയ കറക്ഷൻസ് വരുത്തേണ്ടത് അതുണ്ട്. അങ്ങനെ ഹിഫ്ദും കൂടി ആയിട്ട് പോകാൻ നമുക്ക് നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.